ഓപ്ഷൻ അല്ലാഹു തആല വെച്ചു. അതിങ്ങനെ പറഞ്ഞത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖ. ഇപ്പൊ 2 ദിവസത്തിനുള്ളിലായി ആരെങ്കിലും വേഗത്തിലാക്കി പൂർത്തിയാക്കി പോവുകയാണെങ്കിൽ അവന് കുറ്റമില്ല. ആരെങ്കിലും 3-ാം ദിവസത്തേക്ക് തഖീർ ചെയ്താൽ ചിന്തിച്ചാൽ അവനും അതിന് കുറ്റമില്ല. പക്ഷെ ലിമനി തഖ, രണ്ടാലും തഖ്വ പുലർത്തിയവർക്ക് കുറ്റമില്ല, അവരുടെ ഹജ്ജ് സ്വീകാര്യമാവും എന്നുള്ളതാണ്. അയ്മൻ ഇസ്തഅജല ഫീ തഅദീതി ദിക്ർ ഇൻദ ഹാദിഹിൽ അഅമാൽ തഅബ്ബുദിയ്യ അൽ മഅലൂമ. അതായത് അള്ളാഹുവിനോടുള്ള ദിക്ർ, അള്ളാഹുവിന്റെ ദിക്ർ, ആ ദിക്ർ എന്നുള്ളത് നിർവഹിക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും ധൃതി കാണിക്കുകയാണെങ്കിൽ, എപ്പോഴും ഇൻദഹാദിൽ അഅമാൽ തഅബ്ബുദിയായ ഈ അമലുകളുടെ കാര്യം. തഅബ്ബുദി എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്തതും അള്ളാഹു ശർഇലൂടെ നിശ്ചയിച്ച് പഠിപ്പിച്ചു തന്നതുമായ കാര്യങ്ങൾക്കാണ് തഅബ്ബുദി എന്ന് പറയുന്നത്. അപ്പൊ തഅബ്ബുദിയായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ അതിന് നിർവഹണത്തിൽ ആരെങ്കിലും 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കി ധൃതി കാണിച്ചു പോവുകയാണെങ്കിൽ, അൽ മാലൂമ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതായ അമലുകൾ. വഹിയ, എന്താണ് അമലുകൾ? റമ്യുൽ ജംറാത്ത് ഫി യൗമൈൻ മിൻ തിൽക്കൽ അയ്യാമിൽ മഅദൂദാത്ത്. ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ, ദുൽഹിജ്ജ 1, 12, 13, ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ ജംറകൾ എറിയുക എന്നുള്ളത് നിർവഹിച്ചിട്ട് പോകുകയാണെങ്കിൽ ഫലാ ഹർജ അലൈഹി, അവന് കുറ്റമല്ല. അവൻ അതമ്മഹ കദാലിക്, ഇനി ഇത് പൂർത്തീകരിച്ച് 3-ാം ദിവസം കൂടി പൂർത്തീകരിക്കുകയാണെങ്കിൽ അതിനും കുറ്റമില്ല. പക്ഷെ ഇദത്തഖാ കുല്ലു മിൻഹും അല്ലാഹു തആല വഖഫ ഇൻദ ഹുദൂദിഹി, അവർ 2 കൂട്ടരും അള്ളാഹുവിനോടുള്ള തഖ്വ പുലർത്തണം, അള്ളാഹു നിശ്ചയിച്ച അതിരുകളിൽ നിലകൊള്ളുകയും വേണം. ഫഇന്ന തഹ്സീല മലക്കത്തി തഖ്വ ഹിയൽ ഗർദ് മിൻ അൽ ഹജ്ജ് വമിൻ കുല്ലി ഇബാദ. അങ്ങനെ തഖ്വ എന്ന ആ ശേഷി നേടിയെടുക്കലാണ് ഹജ്ജ് കൊണ്ടും മറ്റെല്ലാ ഇബാദത്ത് കൊണ്ടുമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. വൽ വസീലത്തുൽ കുബ്ര ഇലൈഹ, അങ്ങനെ ഒരു തഖ്വ നേടിയെടുക്കാനുള്ള മലക്കത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗമോ കസ്റത്തു ദിക്രില്ലാഹി തആല ബിൽ ഖൽബ് മഅൽ ലിസാൻ, നാവിനെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുക, അത് ധാരാളമാക്കുക എന്നുള്ളതാണ് പണി. അതാ യഗ്ലിബ് അലാ മുറാഖബതിഹി ഫി ജമീൽ അഹ്വാൽ, അങ്ങനെ സകല സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ മുറാഖബത്ത് എന്നുള്ള കാര്യത്തിൽ അവന് ഗലബത്ത് നേടാൻ പറ്റണം, അവന് മേധാവിത്വം അല്ലെങ്കിൽ സ്വാധീനം നേടാൻ കഴിയണം. ഫയകൂന അബ്ദൻ ലഹു ലാ ലിൽ അഹ്വാ വശഹവാത്ത്, അങ്ങനെ അവൻ തൻ്റെ ഇച്ഛകളുടെയും ആഗ്രഹങ്ങളുടെയും അബിദാവാതെ ശരിക്കും അള്ളാഹുവിന്റെ അബിദായിട്ട് മാറണം. വൈനമാ തിൽക്കൽ അമാലു മുദക്കിറാത്തുൻ ലിന്നാസി, ഈ അമലുകൾ നിശ്ചയിച്ചൊക്കെയും മറക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. അള്ളാഹുവിനെ മറക്കുന്നവർക്കുള്ള തെക്കിയർത്താണ്, ഓർമ്മിക്കലാണ് അമലുകൾ ഓരോന്നും. ഇനി ജംറകളുടെ കുറിച്ച്, ജിമാറു സലാസ് വഹിയക്കൽ ജംറാത്തി ജംറ. ജംറ എന്നുള്ളതിന്റെ ജമ്മാണ് ജംറാത്ത്, അതേപോലെ തന്നെയാണ് ജിമാർ എന്നുള്ളത്. 3 അതുള്ളത്. മനഹ ഹുന, ജംറ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മുജ്തമഉൽ ഹസാ മിൻ ജമറഹു ബിമാന ജമഅഹു, കല്ല് ഒരുമിച്ച് കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടാവുന്ന സ്ഥലം എന്നാണ് വാക്കിന്റെ അർത്ഥം. അത് വന്നത് ജമറൽ ഹസ അല്ലെങ്കിൽ ജമാൽ ഹസ, 2 അർത്ഥമാണ്. കല്ല് ശേഖരിച്ചു, ഒരുമിച്ച് കൂട്ടി, ജമറ ജമ, 2 അർത്ഥം എന്നാണ്. റമ്യുഹ, ആ കല്ല് എറിയാനുള്ളത് മിൻ ദിക്റയാത്തിൻ നുസുക്, ഹജ്ജിന്റെ കർമ്മങ്ങളിലെ ദിക്റയാത്തിൽപ്പെട്ട സ്മരണകളിൽപ്പെട്ടതാണ്. അൽ മസ്ഹൂറത്തി അൻ സയ്യിദ്ന ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം കദബിൽ ഖറാബീൻ ഹുനാലിക്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അവിടുത്തെ നടപടിക്രമങ്ങളിൽ, ആരാധനാകർമ്മങ്ങളിൽ അതിന്റെ സ്മരണയിലുള്ള ഒരു സംഗതിയാണ് അവിടെ വെച്ചുള്ള ബലികർമ്മം പോലെ തന്നെ. വആമത്തു അമാലിൽ ഹജ്ജ് ദിക്റയാത്തുൻ ലിനശത്തിൽ ഇസ്ലാമിൽ ഊല ഫി അഹദിൽ ഖലീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം മൊത്തം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന്റെ ആദ്യകാലത്തെ വളർച്ചയുടെ സ്മരണകൾ ഉണർത്തും. അഥവാ ഖലീലുല്ലാഹിയുടെ കാലത്തെ ഇസ്ലാമിക ആരാധനകളുടെയും വിശ്വാസത്തിന്റെയും ദിക്റയാത്താണ്. വകുല്ലു ജംറത്തിൻ തുർമാ ബിസബി ഹസയാത്തിൻ സഗീറ, ഓരോ ജംറയിലും ചെറിയ 7 കല്ലുകൾ കൊണ്ടാണ് എറിയേണ്ടത്. കുല്ലയൗം മിനൽ അയ്യാമി സലാസ വൽ ഇസ്നൈൻ, അത് 2 ദിവസമായിരുന്നാലും 3 ദിവസമായിരുന്നാലും എല്ലാ ദിവസങ്ങളിലും 7 വീതം കല്ലുകൾ കൊണ്ട് 3 സമയത്ത് എറിയണം. 3 ജംറകൾ എറിയണം. അപ്പോൾ തംതാസു ജംറത്തുൽ അഖബ മിൻഹ ബിഅന്നഹ തുർമാ ഖബ്ല ദാലിക യൗമിൻ നഹർ അയ്ളൻ. ജംറത്തുൽ അഖബ എന്ന് പറഞ്ഞത് യൗമുൻ നഹറിന്റെ മുമ്പായിട്ടും എറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സുമ്മ അമറ ബിത്തഖ്വ,
بعد الإعلام بمكانتها فقال واتقوا الله واعلموا أنكم إليه تحشرون. പിന്നെ ഇതിന്റെ സ്ഥാനം എന്താണെന്ന് അറിയിച്ചതിന് ശേഷം അള്ളാഹു തഖ്വയുടെ ആഹ്വാനം, കൽപ്പന കൊണ്ടുവരികയാണ്. അള്ളാഹ് പറയുന്നത് ഇങ്ങനെയാണ്: വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ പുലർത്തണം. വഅലമു അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, അള്ളാഹുവിലേക്ക് തന്നെയാണ്, അള്ളാഹുവിലേക്ക് മാത്രമായിട്ടാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം. വേറെ എടുക്കുകയല്ല, അള്ളാഹുവിലേക്ക് തന്നെയാണ്. ഇലൈഹി തുഹ്ശറൂൻ എന്ന് പറയുമ്പോൾ ഇലൈഹി മുന്നിൽ കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിലേക്ക് തന്നെ എന്നുള്ള സ്ട്രെസ് വരും. തുഹ്ശറൂൻ ഇലൈഹി പറയുമ്പോൾ സ്വാഭാവിക അർത്ഥമേ ഉള്ളൂ, അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. പക്ഷെ ഇലൈഹി മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഇയ്യാക നഅ്ബുദൊക്കെ പറഞ്ഞ മാതിരി ഒരു ഹസ്റിന്റെ ഒരു അർത്ഥം വരും. അള്ളാഹുവിലേക്ക് തന്നെ, അള്ളാഹുവിലേക്ക് മാത്രം. ഐ തഖൂഹു ഫീ ഹാലി അദാഇൽ മനാസിക് വഫീ ജമീഇ അഹ്വാലിക്കും, എന്ന് വെച്ചാൽ ഈ മനാസിക്, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയത്തും നിങ്ങളുടെ സകല സന്ദർഭങ്ങളിലും അള്ളാഹുവോടുള്ള തഖ്വ നിങ്ങൾ പുലർത്തണം. വകൂനു അലാ ഇൽമിൻ യഖീനിൻ ബിഅന്നകും തുജ്മഊന വതുസാഖൂന ഇലൈഹി, നിങ്ങൾ ഉറച്ച ഇൽമുള്ളവരായി മാറുകയും വേണം. എന്ത് കാര്യത്തിൽ? നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിന്റെ അടുത്തേക്ക് നയിക്കപ്പെടും. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഫയുരീക്കും ജസാഅ അഅമാലിക്കും, അന്ന് നിങ്ങളുടെ അമലുകളുടെ എല്ലാം പൂർണ്ണ പ്രതിഫലം അള്ളാഹു നിങ്ങളെ കാണിക്കുന്ന നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തും, നിങ്ങൾക്ക് തരും. വലാഖിബത്തു ലിൽ മുത്തഖീൻ, ഏറ്റവും നല്ല പര്യവസാനം തഖ്വയുള്ളവർക്ക് തന്നെയായിരിക്കും. അതിന്റെ ആയത്ത് ജന്നത്തുന്റെ നൂറിഹിം ഇബാദിന മൻ കാന തഖിയ എന്നുള്ളത് അതിലൊരു ആയത്ത് ഉദ്ധരിക്കുകയാണ്. സൂറത്ത് മറിയമിൽ 63. ആ സ്വർഗം നമ്മുടെ അടിമകളിൽ നിന്ന് തഖ്വയുള്ള ആളുകൾക്ക് അനന്തരാവകാശമായി നാം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുത്തഖീങ്ങൾക്കാണ് ജന്നത്ത് എന്ന ആഖിബത്ത് കിട്ടുക. ഫൈനൽ ഇൽമു ബിദാലിക ഹുവല്ലദീ യുഅസ്സിറു ഫി നഫ്സ്, ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ് ഒരാൾക്കുണ്ടായാൽ ആ അറിവ് മനസ്സിൽ അങ്ങേറ്റം സ്വാധീനിക്കും. ഫയബ്അസുഹാ അമൽ, മനസ്സിനെ അമലിനത് പ്രേരിപ്പിക്കുകയും ചെയ്യും. വാമൻ കാന അലാ വന്നിൻ ഔ ശക്കിൻ, എന്നാൽ ഈ വിഷയത്തിൽ സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഊഹമോ ഒക്കെ മാത്രമുള്ള ഒരാൾക്കെങ്കിൽ പിന്നെ അമൽ താറത്തൻ വയത്രക്ക് ഊഹ്റ, അയാൾ ചിലപ്പോൾ അമൽ ചെയ്യും, വേറെ പലപ്പോഴും ഒഴിവാക്കും. കാരണം ഈ ശക്കുകൾ അയാളുടെ ഹൃദയത്തെ പിടിച്ചു വലിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ സ്വാധീനത്തിൽ പോകും. എന്നാൽ യഖീനായ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ അമൽ എന്തായാലും ചെയ്യും, ആ അമലിന് അത് പ്രേരകമായി മാറും എന്നാണ്. من فوائد هذا الاسلوب ان تكرار الامر بذكر وبيان مكانة التقوى ثم الامر بها تصريحا في هذه الايات التي فيها من الاعجاز ما هو في اعلى درجات الاعجاز. ഇവിടെ ഈ ഒരു ശൈലിയിൽ നിന്ന് കിട്ടേണ്ട മനസ്സിലാക്കാനുള്ള ഒരു ഫായിദ എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനോടുള്ള ദിക്റ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് വേണമെന്നുള്ള കൽപ്പന ആവർത്തിച്ച് പറയുന്നുണ്ട്. തഖ്വയുടെ സ്ഥാനം വിശദീകരിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ ആയത്തുകളിൽ വ്യക്തമായും ആ കൽപ്പന അള്ളാഹു തആല തസ്രീഹായി തന്നെ കൊണ്ടുവരുന്നുണ്ട്, ഇജാസോട് കൂടിയുള്ള ആയത്തുകളിൽ. അതായത് സംക്ഷിപ്തമായി വാക്കുകളേറെ പറയാതെയുള്ള പ്രയോഗം. അതിൽ പക്ഷെ എന്തടങ്ങിയിട്ടുണ്ട്? മാഹു വഫി ആല ദറജാത്തിൽ ഇഅ്ജാസ്, ഖുർആനിന്റെ ഇഅ്ജാസിന്റെ ഏറ്റവും വലിയ ദർജ അതിലടങ്ങിയിട്ടുണ്ട്. ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, മനുഷ്യൻ അതിനെ കൊണ്ടുവരൽ അസാധ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് ഇഅ്ജാസ് എന്ന് പറഞ്ഞാൽ. ആ ഇഅ്ജാസിന്റെ ദർജ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഈ ആയത്തുകളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഹത്താ സക്കത അൻ ബാദിൽ മനാസികൽ വാജിബ ലിൽ ഇൽമി, എന്ന് വെച്ചാൽ ഖുർആൻ മൂജിസായിട്ടേ പറഞ്ഞുള്ളൂ, ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. ഹജ്ജിലെ നിർബന്ധമായ മനസ്സക്കുകൾ തന്നെ, ആരാധനകൾ തന്നെ പലതും ഖുർആൻ മൗനം പാലിച്ചിരിക്കുകയാണ്. അത് മാലൂമായതുകൊണ്ട് തന്നെ. കുല്ലു ദാലിക യദുല്ലുന അലാ അന്നൽ മുഹിമ്മ ഫിൽ ഇബാദ ദിക്റുല്ലാഹി തആല അല്ലദീ യുസ്ലിഹു അൻ-നുഫൂസ് വയുനീറുൽ അർവാഹ് ഹത്താ തതവജ്ജഹ ഇലൽ ഖൈർ വതത്തഖിയ അശ്-ശുറൂർ വൽ മആസി ഫയകൂനു സാഹിബു അൽ മുത്തഖീൻ. അപ്പോ ഇതെല്ലാം യദുല്ലുന, നമ്മെ അറിയിക്കുന്ന എന്താണ്? അലാ അന്നൽ മുഹിമ്മ ഫിൽ ഇബാദ, ഇബാദത്തിൽ നിന്ന് കിട്ടാനുള്ള ഏറ്റവും പ്രധാന സംഗതി ദിക്റുല്ലാഹി തആല, അള്ളാഹുവിന്റെ ഓർമ്മയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹു യുസ്ലിഹുൻ നുഫൂസ്, നഫ്സുകളെ നന്നാക്കിയെടുക്കുന്ന ദിക്റാണ്. വൈനിയൂറുൽ അർവാഹ്, മനുഷ്യന്റെ റൂഹുകൾക്ക് പ്രകാശം പരത്തുന്ന ദിക്റാണ്. അപ്പൊ ആ ദിക്റാണ് ഇബാദത്തുകൾ കൊണ്ടുള്ള ഏറ്റവും മുഖ്യമായ ഉദ്ദേശം എന്ന് ഈ ആയത്തുകളൊക്കെ നമ്മളെ അറിയിക്കുകയാണ്. ഹത്താ തതവജ്ജഹ ഇലൽ ഖൈർ, അങ്ങനെ ഈ റൂഹുകളും നഫ്സുകളും ഖൈറിന്റെ വഴിയെ പോകണം. അപ്പോൾ തത്തഖിയ ശുറൂറ വൽ മആസി, ദുഷ്ടതകളെയും തെറ്റുകുറ്റങ്ങളെയും ആ മനസ്സുകൾ ഒഴിവാക്കണം, സൂക്ഷിക്കണം.
അങ്ങനെ വരുമ്പോൾ ഫയക്കൂന സാഹിബുഹാ മിനൽ മുത്തഖീൻ, ഈ വ്യക്തി മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായി മാറും. അങ്ങനെ മാറണം എന്നാണ് ഉദ്ദേശം. സുമ്മ ഇർത്തഖീ ഫി ഫവായിദി ദിക്ർ വ സമറാത്തിഹി ഫയക്കൂന മിനൽ റബ്ബാനിയീൻ. പിന്നെ ആ വ്യക്തി ഈ ദിക്ർ കൊണ്ടുള്ള ഫായതകൾ അങ്ങനെ കൂട്ടി 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 പോയിട്ട് അതിലങ്ങനെ പുരോഗതിപ്പെട്ടു പോകും. അതിന്റെ ഫലങ്ങളും ധാരാളം അതിലാൾ കയറിപ്പോവും. അങ്ങനെ ആൾ റബ്ബാനിയായിട്ട് അള്ളാഹുവിന്റെ ആളായിട്ട് തന്നെ മാറും എന്നുള്ളതാണ് ഈ ആയത്തിന്റെ അവസാനം റഷീദുള്ള പറഞ്ഞ അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്ത വിഷയം വരികയാണ്, 204 മുതൽക്കുള്ള ആയത്തുകൾ. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد ومن الناس من يشتري نفسه ابتغاء مرضات الله والله رؤوف بالعباد. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞത് മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, ഭൗതിക ജീവിതത്തിലുള്ള അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് അങ്ങേറ്റം ആനന്ദവും അത്ഭുതവും ആശ്ചര്യമൊക്കെ ഉണ്ടാക്കും. മാത്രമല്ല തന്റെ ഹൃദയത്തിലുള്ളതിനൊക്കെ അള്ളാഹു സാക്ഷിയാണെന്ന് ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ആളാവട്ടെ ഏറ്റവും ശക്തനായ കുതർക്കിയാണ്, തർക്കക്കാരനാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവൻ പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ ഭൂമിയിൽ ഓടി നടക്കുന്നതും പരിശ്രമിക്കുന്നതും അവിടെ ഫസാദ് ഉണ്ടാക്കാനാണ്, കൃഷിയും സന്താനങ്ങളും നശിപ്പിക്കാനാണ്. ഫസാദിനെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയേ ഇല്ല. ആ വ്യക്തിയോട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, ഇത്തരം ഫസാദുകൾ നിർത്തൂ എന്ന് പറഞ്ഞാൽ അവന്റെ ദുരഭിമാനം അവനെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അവൻ നരകമാണ് മതിയായ സംഗതി, ഏറ്റവും മോശമായിട്ടുള്ള സങ്കേതമാണ് നരകം. എന്നാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ വേറെ ചിലരുണ്ട്, അവർ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ നഫ്സിനെ അള്ളാഹുവിന് വിൽക്കുന്നവനാണ്. അള്ളാഹു ആവട്ടെ ഇബാദിനോട്, അടിമകളോട് ഏറ്റവും കനിവും കൃപയും ഉള്ളവനുമാണ്. ഇനി വിസ്തീർണങ്ങളിലേക്ക് വരാം. അർഷദത്തിന് ആയാത്തുൽ മനാസിക് സാബിഖ ഇലാ അന്നൽ മുറാദ മിൻഹാ മിൻ കുല്ലിൽ ഇബാദാത്തി ഹുവ തഖ്വല്ലാഹി തആല ബിഇസ്ലാഹിൽ ഖുലൂബ് വഇനാറത്തുൽ അർവാഹ് ബിനൂരി ദിക്രില്ലാഹി തആല വസ്തിശാറു അളമതിഹി വഫളി. അപ്പം നേരത്തെ ഹജ്ജിന്റെ ആരാധനകൾ പറയുന്ന ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്ത കാര്യം, അതിനെല്ലാം ഉദ്ദേശം, ആരാധനകളുടെ എല്ലാ ഉദ്ദേശം, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്ദേശം എന്നുള്ളത് തഖ്വല്ലാഹിയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള. അതെങ്ങനെയാ വേണ്ടത്? ബി ഇസ്ലാഹിൽ ഖുലൂബ്, ഖൽബുകളെ നന്നാക്കിയെടുക്കണം. വൈനാറത്തുൽ അർവാഹ് ബിനൂരി ദിക്രില്ലാഹി തആല, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സ്മരണ എന്ന ആ വെളിച്ചത്തിലൂടെ റൂഹുകൾക്ക് നൂറ് കിട്ടണം, പ്രകാശം കിട്ടണം. വസിഷാറു അളമത്തിഹി വഫളി, അള്ളാഹുവിന്റെ അതിവലിയ അതിമഹത്തായ ആ മഹത്വത്തെയും അള്ളാഹുവിന്റെ വലിയ ഔദാര്യത്തെയും സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ബോധം ജനിപ്പിക്കൽ ഉണ്ടാവണം. അതിനൊക്കെയാണ് ഇബാദത്തുകൾ എന്നാണ് ആയത്തുകൾ നമ്മെ കൊണ്ടുപോയി എത്തിച്ച കാര്യം. വൈലാന തൊലബ ദുനിയാ മിനൽ വുജൂഹിൽ ഹസന ലാ യുനാഫി തഖ്വ ബൽ യുഈനു അലൈഹ. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരാൾ ദുനിയാവിനെ തേടുക എന്നുള്ളത് തഖ്വക്ക് എതിരല്ല. അത് നല്ല നിലക്ക് ദുനിയാവിനെ തേടുക എന്നുള്ളത് തഖ്വക്ക് എതിരല്ല, മറിച്ച് തഖ്വക്ക് സഹായകമാണ് പലപ്പോഴും. അതായത് ആഖിറത്തിന് വേണ്ടി ദുനിയാവും കൂടി ഉണ്ടാവണം, ആഖിറത്തിന് അനുകൂലമായ രീതിയിൽ ദുനിയാവും കൂടി ആൾക്ക് ലഭ്യമാവണം എന്നുള്ള ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ കുറ്റമല്ല എന്നുള്ളതാണ്, അത് ആവശ്യമാണ്. ബൽ ഹുമ്മ യഹ്ദി ഇലൈഹി ദീൻ, മാത്രമല്ല ദീൻ നമ്മെ അതിലേക്കാണ് നയിക്കുന്നതും. ഖിലാഫൻ ലി അഹ്ലിൽ മിലൽ സാബിഖ, എന്നാൽ ഈ വിഷയത്തിൽ മുൻകാല മതത്തിന്റെ ആൾക്കാർ വ്യത്യസ്തമായ നിലപാടുകാരാണ്. അവരെന്താ പറഞ്ഞത്? അലൈന ദഹബു ഇലാ അന്ന തഅദീബൽ അജ്സാദ് വഹിർമാനഹ മിൻ ത്വയ്യിബാത്തി ദുനിയ ഹുവ അസ്ലുദ് ദീൻ വഅസാസുഹു. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, മനുഷ്യന്റെ ശരീരങ്ങളെ പീഡിപ്പിക്കുക, ആ ശരീരങ്ങൾക്ക് ദുനിയാവിന്റെ ത്വയ്യിബാത്ത് നല്ല വിഭവങ്ങളൊന്നും നൽകാതെ അത് നിഷേധിക്കുക എന്നുള്ളതാണ് ദീനിന്റെ അടിത്തറ എന്നാണ് അവർ പറഞ്ഞത്. ആത്മപീഡനം ഉണ്ടായാലേ ദീനാവുള്ളൂ, മതാവുള്ളൂ എന്ന ആൾക്കാണ് മറ്റു ദീനുകൾ പറഞ്ഞത്. ഇസ്ലാം അതിന് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. വൈലാനമൻ യത്ലുബു ദുനിയ മിൻ കുല്ലി വജ്ഹിൻ വയജഅലു ലദാതിഹ അക്ബറ ഹമ്മിഹി ലൈസ ലഹു ഫിൽ ആഖിറ മിൻ ഖലാഖ്. പിന്നൊരു കാര്യം ഖുർആൻ പറഞ്ഞവിടെ, അയാൾ എല്ലാ നിലക്കും ദുനിയാവ് ഒരാൾ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളതും ദുനിയാവിന്റെ ആസ്വാദനം എന്നത് എല്ലാത്തിനേക്കാളും വലിയ തന്റെ ലക്ഷ്യമായി എടുക്കുക എന്നുള്ളതും ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പരലോകത്ത് യാതൊരു ഖലാഖും ഇല്ല.
ഫലക്കന്ന അംശം വിഹിതം, ഒരു അംശവും അയാൾക്ക് പരലോകത്ത് കിട്ടാനില്ല. അപ്പൊ ദുനിയാവ് മാത്രം എന്നൊരു പരുവത്തിലേക്ക് ഒരാൾ ചുരുക്കിപ്പോയാൽ ഒന്നും പരലോകത്ത് കിട്ടാനില്ല. കാരണം ആൾക്ക് ആഗ്രഹത്തിൽ ഒരു ലക്ഷ്യവും മോഹം തന്നെ അല്ല. ലനഹു മുഖല്ലദുൻ ഇല ഹദീദിൽ ബഹീമിയ. കാരണം മുഖ്ലിദുൻ ആണ് വായിക്കേണ്ടത്. മുഖ്ലിദുൻ, ലാമിന്റെ ശബ്ദം അവിടെ ഉണ്ട്. അവൻ പിന്നെ ബഹീമിയത്തിന്റെ ആ താഴ്ന്ന നിലവാരത്തിലേക്ക് കൂത്തിരിക്കുകയാണ്. ഒരു മൃഗതുല്യമായ അധപ്പതനത്തിലേക്കാണ് അവൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരലോകത്തൊന്നും അവന് കിട്ടാൻ. ലം തസ്തനിർ റൂഹുഹു ബിനൂരിൽ ഈമാൻ. ഈമാനിന്റെ നൂറ് കൊണ്ട് അവന്റെ റൂഹിന് ഒരു വെളിച്ചവും കിട്ടിയിട്ടില്ല. വലം നിർത്തഖി അഖ്ലുഹു ഫി മആരിജിൽ ഇർഫാൻ. വിജ്ഞാനത്തിന്റെ കോണിപ്പടികളിൽ ഒട്ടും അവന്റെ ബുദ്ധി കയറിപ്പോയിട്ടുമില്ല. വിജ്ഞാനം ഒന്നും നേടിയിട്ടില്ല. ഉലമാക്കാന മഹല്ലു തഖ്വ മൻസിലുഹൽ ഖുലൂബ ദൂനൽ അൽസിന. പിന്നൊരു വിഷയം, തഖ്വയുടെ ആസ്ഥാനവും കേന്ദ്രവും നാവുകളല്ല ഹൃദയങ്ങളാണ് എന്ന് വരുമ്പോൾ വക്കാന ഷാഹിദ് വ ദലീൽ അലാ മാ ഫിൽ ഖുലൂബ് അൽ അമാൽ. ഒരാളുടെ കൽബിലുള്ളത് എന്താണെന്ന് തെളിയിക്കാനുള്ള തെളിവും സാക്ഷിയും അയാളുടെ അമലുകളാണ് എന്ന് പറയുമ്പോൾ ദൂന മുജറദുൽ അഖ്വാൽ, വാക്കുകൾ മാത്രമല്ല അമലുകളാണ് അയാളുടെ ശരിക്കുള്ള മെറിറ്റ് തെളിയിക്കുന്നത്. എത്ര ഈമാന്റെ എത്ര പിന്നെ തഖ്വ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ذكر في هذه الآيات أن الناس في دلالة أعمالهم على حقائق أحوالهم ومنات قلوبهم قسمان. ഈ ആയത്തുകളോട് അല്ലാഹു തആല പറയാണ്, മനുഷ്യൻ അയാളുടെ അമലുകൾ അയാളുടെ ഗ്രേഡ് വിളിച്ചോതുന്ന വിഷയത്തിലും അതേപോലെ തന്നെ അയാളുടെ കൽബില് ഉള്ളിലുള്ള സംഗതികൾ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യത്തിലും രണ്ട് തരം ആൾക്കാരുണ്ട്. അതായത് അയാളുടെ അമലുകളെ വിളിച്ചു പറയുന്നുണ്ട്, അയാളുടെ ഗ്രേഡ് എന്താണ്, അയാളുടെ കൽബിലുള്ള സംഗതികൾ എന്താണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ടീമുണ്ട്. ഫക്കാനത്ത് ഹാദിഹി മുത്തസില ബിതിൽക ഫി ബയാനി മഖ്സദിൽ ഖുർആനിൽ അസീസ്. അപ്പോൾ ഈ പറഞ്ഞ സംഗതി നേരത്തെ പറഞ്ഞതായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഖുർആനിന്റെ ഉദ്ദേശ്യം വിവരിക്കുന്ന കാര്യത്തിൽ അതും ഇതും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇസ്ലാഹുൽ ഖുലൂബ് എന്താ വിഷയം? കൽബുകളെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇഖ്തിലാഫു അഹ്വാലിൻ നാസി ഫീഹ വമാ യൻബഗി അൻ യഅലമുഹു മിൻഹ. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ആളുകൾ പല ഹാലിലാണെന്നുള്ളതും അവർ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അല്ലാഹു തആല പറയണം. അതുകൊണ്ടാണ് അതിന്റെ തൊട്ട് പിന്നാലെ അല്ലാഹു തആല ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഭൗതിക ജീവിതത്തിൽ ചിലരുടെ കൽബ് നിനക്ക് വല്ലാത്ത ആകർഷണം ഉണ്ടാക്കും. അങ്ങനത്തെവരുണ്ട്. അഅജബഹു ശൈഉ എന്ന് പറഞ്ഞാൽ റാഖഹു വ ഇസ്തഹ്സനഹു വറആഹു അജിബൻ ഐ തരീഖൻ ഗൈറ മുബ്തദിൽ എന്നൊക്കെ. ഒരു സംഗതി ഒരാൾ ആകർഷിച്ചു, അതായത് സുന്ദരമായി തോന്നി, അതൊരു അജബായി മുപ്പര് കണ്ടു എന്നുവെച്ചാൽ മുബ്തദിലായ, അതായത് നിരർത്ഥകമായ ഒരു തരീഖല്ല, വളരെ അർത്ഥവത്തായ ഒരു സംഗതിയാണത് എന്ന് കണ്ടു എന്നൊക്കെ. വൽ ഖിതാബ് ഇവിടെ അഡ്രസ് ചെയ്തിരിക്കുന്ന എല്ലാവരോടുമായിട്ടാണ്. വഫീ ഖൗലി ഫിൽ ഹയാത്തി ദുനിയ. ഫിൽ ഹയാത്തി ദുനിയ എന്നുള്ള വാക്കിന്റെ വിശദീകരണത്തിൽ വജ്ഹാൻ രണ്ടു തരം വ്യാഖ്യാനങ്ങൾ പറയുന്നു. ഒന്ന്, അനിമനാസി ഫരീഖൻ യുജിബുക ഖൗലുഹു അൻത ഫീ ഹദിൽ ഹയാത്തി ദുനിയ. നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചിലരുടെ വാക്കുകൾ നിങ്ങൾക്ക് ആകർഷകത്വം ഉണ്ടാക്കും എന്നർത്ഥത്തിൽ നിങ്ങൾ ദുനിയാവിലായിരിക്കുമ്പോഴാണ് ഫിൽ ഹയാത്തി ദുനിയ എന്നുള്ളതിനൊരു വ്യാഖ്യാനം. കാരണം എന്നൊക്കെ തൗഹീദ്, നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ. ഇവിടെ ലാഹിറായി കാണുന്നത് പിടിക്കാനേ സ്വീകരിക്കാനേ കഴിയുള്ളൂ. പ്രത്യക്ഷത്തിലുള്ളത് കേൾക്കാനും വിശ്വസിക്കാനും ഉൾക്കൊള്ളാനേ കഴിയുള്ളൂ. ബാത്ത് നമുക്കറിയില്ല. വഹു മുനാഫിഖുൽ ലിസാൻ യുൽഹിർ ഖിലാഫമായി ഉള്ളുമിർ. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തി വാസ്തവത്തിൽ താൻ ദീനിന്റെ ആളാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനപരതയായിട്ട് നടക്കുന്ന ആള് മനസ്സിൽ ഒളിപ്പിക്കുന്നതിന് വ്യത്യസ്തമായത് അയാൾ പുറത്ത് പ്രകടിപ്പിക്കുന്നു. അയാളുടെ നാവ് കപടമാണ്. മലാഫാൽ, അയാൾ ചെയ്യാത്ത കാര്യം പറയുന്നു, അയാൾ കപടനാണ്. ബഹുയാത്തമതു അല ഹലാബത്ത് ലിസാനിഹി ബി ഗിശ്ശി മുആശറതിഹി വഅഖറാനി. തൻ്റെ സഹവർത്തിത്വം, തന്നോടൊപ്പം സഹവർത്തിത്വമുള്ള കൂട്ടുകൂടുന്ന ആൾക്കാരെ, തൻ്റെ കൂട്ടുകാരെ വഞ്ചിക്കുന്ന കാര്യത്തിൽ തൻ്റെ നാവിൻ്റെ ആകർഷണം എന്ന കഴിവിനെ മുമ്പ് ആശ്രയിക്കുകയാണ്. അതായത് സുന്ദരമായ വാക്കുകൊണ്ട് ഒരു കാര്യം തള്ളിടാൻ പറ്റും. ആ നാവിന്റെ ആകർഷകമായ കഴിവിൽ ആശ്രയിക്കുകയാണ് ആളെ പറ്റിക്കാൻ. യൂഹിബുഹും അന്നഹും മുഅ്മിനൂൻ സാദിഖുൻ. താൻ സത്യന്തനായ ഒരു വിശ്വാസിയാണെന്നുള്ള തോന്നൽ അവർക്ക് അയാൾ ഉളവാക്കുന്നു. നസീറുൽ ഹഖ് വൽ ഫളീല. താൻ സത്യത്തിന്റെയും നന്മയുടെയും സഹായിയാണ് എന്നുള്ള ഒരു തോന്നൽ അയാൾ ഉണ്ടാക്കുന്നു. ഹാദിലുൽ ബാത്തിൽ വറദീല.
അസത്യത്തിന്റെയും മ്ലേച്ഛതയുടെയും ഹാജിരാണ്, അതെല്ലാം വെടിഞ്ഞ ആളാണ് താൻ എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. മുത്തഖില്ലാഹി ഫിശ്ശരി വല്ലലൻ, സ്വകാര്യമായും പരസ്യമായും അള്ളാഹുവിനോട് തഖ്വ പുലർത്തുന്ന നല്ലൊരു മുത്തഖിയാണ് താൻ എന്നുള്ള തോന്നൽ അയാൾ ഉളവാക്കുന്നു. മുജ്തനിബുൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ മാ ബത്തൻ, അതുപോലെ മ്ലേച്ഛമായ സദാചാര വിരുദ്ധമായ കാര്യങ്ങളല്ല. ഫാഹിഷത്തിനുള്ള വാക്ക് ഖുർആനില് ലൈംഗിക ദുരാചാരത്തിനാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. മൊത്തം മ്ലേച്ഛമായ കാര്യം എന്നാണെങ്കിലും ജിനയെ കുറിച്ചൊക്കെയാണ് ഫാഹിഷത്തിലുള്ള ആ വിശേഷമാണ്. അതുകൊണ്ടാണ് സദാചാര വിരുദ്ധം ഞാൻ അർത്ഥം പറഞ്ഞത്. അപ്പൊ ഫാഹിഷത്തുകൾ അതിൽ ഒഴിവാക്കുന്ന ആൾ താൻ അതിൽ ലാഹിറായതും ഒഴിവാക്കുന്നു, ബാത്തിനായതും ഒഴിവാക്കുന്നു. പ്രത്യക്ഷമായ ഫാഹിഷത്തും പരോക്ഷമായ ഫാഹിഷത്തും ഒഴിവാക്കുന്ന മുത്തഖിയായ ഒരാളാണ് താൻ എന്നാള് തോന്നലുളവാക്കുന്നു. ലാ യുരിദുൽ ഇന്നാസ് ഇല്ലൽ ഖൈർ, ജനങ്ങൾക്കൊന്നും നന്മയല്ലാതെ താൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. വലാ യുസമ്മി ഇല്ലാ ഫീ സബീലില്ലാഹ് വലാ യസ്മ ഇല്ലാ ഫീ സബീലില്ലാഹ്, അതേപോലെ തന്നെ നഫ്ഇന്റെ വഴിയിലല്ലാതെ താൻ മേലോട്ട് പോവില്ല എന്നൊക്കെയുള്ള തോന്നൽ അയാൾ ഉളവാക്കുന്ന ആളുടെ സുന്ദരമായ വാചകമടി കൊണ്ട്. പിന്നെ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബി, തന്റെ ഖൽബിലുള്ള കാര്യത്തിന് അള്ളാഹുവിനെ അയാൾ സാക്ഷിയാക്കി നിർത്തുന്നു. പടച്ചോൻ സാക്ഷിയാണ്, പടച്ചോൻ അറിയാം, പടച്ചോൻ എൻ്റെ മനസ്സിലുള്ളതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ പടച്ചോനും കൂടി സാക്ഷിയാക്കി പറയണം. ഐ അഹ്ലിഫു ബില്ലാഹി അന്ന മാ ഫീ ഖൽബിഹി മുവാഫിഖുൻ ലിമാ യഖൂലു വയദ്ദാ, അയാൾ അള്ളാഹിന്റെ പേര് സത്യം ചെയ്ത് പറയാനുള്ള അർത്ഥം. എന്ത്? തന്റെ ഖൽബിലുള്ളത് താൻ പറയുന്നതിന്റെയും വാദിക്കുന്നതിന്റെയും ഒപ്പം തന്നെ ഉള്ള കാര്യമാണ്. അഥവാ എന്താണോ പുറത്ത് പറയുന്നത്, എന്താണോ താൻ അവകാശപ്പെടുന്നത്, അത് തന്നെയാണ് ഖൽബിലുള്ളത്, വേറെ ഒന്നുമല്ല എന്ന് അള്ളാഹ്ക്കറിയാം. അള്ളാഹുവിന് സാക്ഷിയാണ് എന്നും കൂടി കക്ഷിയാണ് വെച്ചടിക്കും. സത്യം ചെയ്യാന്നുള്ള അതേ പദവിയിൽ വരുന്നതാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്, അള്ളാഹു യാലം ഔ യഷ്ഹദ് ബിഅന്നി ഉഹിബ്ബു കദാ വ ഉരീദു കദാ, ഞാൻ ഇന്നത് ഇഷ്ടപ്പെടുന്നു, ഇന്നെ ഉദ്ദേശിക്കുന്നു എന്ന് അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞാൽ വല്ലാഹി എന്ന് പറഞ്ഞ അതേ സ്ഥാനമാണ്. അപ്പൊ വല്ലാഹി എന്ന് അല്ലെങ്കിൽ അള്ളാഹി എന്ന് ബില്ലാഹി എന്നുള്ള ഖസമിന്റെ പ്രത്യേക സീഗ ഉപയോഗിക്കണം എന്നില്ല. അള്ളാഹു യാലമു അള്ളാഹു യഷ്ഹദു ബിഅന്നി കദാ ഉഹിബ്ബു കദാ വ കദാ എന്ന് പറഞ്ഞാൽ അത് ഹൽഫിന്റെ അർത്ഥത്തിൽ തന്നെ. ഖാല തആല ഖാലു റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, സൂറത്ത് യാസീനിൽ ആ ദൂതന്മാർ കളവാക്കപ്പെട്ടപ്പോൾ അവർ ഉറപ്പിച്ചു പറയാണ്, അള്ളാഹുവിനറിയാം ഞങ്ങൾ നിങ്ങളിലേക്ക് മുർസലീങ്ങളാണ്. അപ്പൊ അള്ളാഹു അതിന് സാക്ഷിയാണ്, അള്ളാഹു ആണ് ഞങ്ങൾ അയച്ചത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയണത്. വഹുവ തൗക്കീദുൽ മഅറൂഫ് ഫീ കലാമിൽ അറബ്, അറബികളുടെ സംസാര ശൈലിയിലെ ഒരു മഅറൂഫായ തൗക്കീദിന്റെ ശൈലിയാണ്. അലൈസ അല്ലാഹു യഅലമു അന്ന ഖൽബി യുഹിബ്ബുക അയ്യുഹൽ ബർഖുൽ യമാനി, എന്റെ കൽബ് നിന്നെ ഇഷ്ടപ്പെടുന്നു അല്ലയോ ബർഖുൽ യമാനി എന്ന് നിനക്കറിയില്ലേ, അള്ളാഹു അറിയുന്നവനല്ലേ എന്ന് പറഞ്ഞാണ്. അള്ളാഹു അറിയുന്നവനല്ലേ, അപ്പൊ അള്ളാഹ് അറിയാം. ആക്കദു മിനൽ യമീൻ എന്ന് മാത്രമല്ല, സാധാരണ സത്യം ചെയ്ത് പറയുന്ന ഒരു പ്രയോഗത്തെക്കാളും കൂടുതൽ തൗക്കീദ് ഈ പ്രയോഗത്തിനുണ്ടെന്നാണ് പണ്ഡിതന്മാർ ചിലത് പറഞ്ഞത്. ചില ഫഖീഹുമാർ പറഞ്ഞതാവട്ടെ, ഇതൊരാള് കള്ളമായി പറയുകയാണെങ്കിൽ അയാൾ മുർത്തദായി പോകും, ദീനിന്ന് പുറത്തു പോകും. ലിഅന്നഹു നസ്ബുൽ ജഹ്ലി ഇലല്ലാഹി തആല, കാരണം അള്ളാഹുവിന് ജഹലുണ്ട് എന്ന രീതിയിലുള്ള പറച്ചിലാണത്. വഖൂൽ ഇന്ന അഖല്ല മാ യദുല്ലു അലൈഹി അദ്മുൽ മുബാലാത്തി ബിദ്ദീൻ, ഞാൻ പറയട്ടെ, ഒരാൾ ദീനിനെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല, ദീനൊരു വലി കൽപ്പിക്കുന്നില്ല, ദീൻ ആൾക്കൊരു കുട്ടിക്കളിയാണ് എന്നുള്ളതിനെ അറിയിക്കുന്ന ഏറ്റവും ഖലീലായ സംഗതിയാണ്. വലവലം യഖ്തി സാഹിബുഹു, അത് ഒരു പക്ഷേ പറയുന്ന ആൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ പോലും, പറയുന്ന ആൾക്ക് അങ്ങനെ ഉദ്ദേശം ഉണ്ടാവണമെന്നില്ല, എങ്കിൽ പോലും ഓൻ ദീനിനെ പറ്റേ വില കുറഞ്ഞ ഒന്നാക്കുന്നു എന്നുള്ള ഒരു തെളിവാണ് നിസ്ബത്തുൽ ജഹൽ ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് ജഹലുണ്ട് എന്ന് ആരോപിക്കൽ, അള്ളാഹുവിലേക്ക് ജഹലിനെ ചേർത്ത് പറയും. ഫഹുവ ഖൗലുൻ ലാ യസ്ദുഖ് ഇല്ലാ അനിൽ മുനാഫിഖീൻ, അതും ആവട്ടെ ഒരു മുഅ്മിനിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാത്ത, മുനാഫിഖിൽ നിന്ന് മാത്രം പുറത്തു വരുന്ന വാക്കാണ്. അല്ലദീന യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, മുനാഫിഖുകളെ കുറിച്ച് സൂറത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ വിഷയമാണ്. അവർ അള്ളാഹെ പറ്റിക്കാൻ ശ്രമിക്കുന്നു, മുഅ്മിനീങ്ങളെയും പറ്റിക്കാൻ ശ്രമിക്കുന്നു. 9-ാമത്തെ ആയത്തിൽ ഇങ്ങനെയുള്ള ഒരാൾ ആ കൂട്ടത്തിൽ ഏതൊരാൾ, അതാണ് അഹദം എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നുള്ളതല്ല, ഒരു സ്പെസിഫൈഡ് ഒരാളല്ല, അവരുടെ കൂട്ടത്തിൽ ഏതൊരാൾ എന്ത് ചെയ്യും, ലൈബാലിഗു ഫിൽ ഖിലാബ്, അയാൾ ഇങ്ങനെ പറ്റിച്ച് ആകർഷകമായ വാക്ക് പറഞ്ഞ് അത് വളരെ മുബാലിഗായി പറഞ്ഞുകൊണ്ട് ആളെ കുപ്പിയിലാക്കും. വത്തവദ്ദു ഇലന്നാസ് ബിൽ ഖൗൽ, വാക്കുകൊണ്ട്
ആൾക്കാരോട് അയാൾ വലിയ സ്നേഹബന്ധം സ്ഥാപിക്കും, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുള്ള ഒരു ഉണ്ടാക്കും. വഹുവ, വാസ്തവത്തിൽ അയാൾ അലദ്ദുൽ ഹിസ്വാം, അയാൾ ഏറ്റവും വലിയ ഹസ്മാണ്, എതിരാളിയാണ്, ഏറ്റവും വലിയ തർക്കക്കാരനാണ്. രണ്ടർത്ഥം പറയാം, ഹസ്മ് ഹസീം. ഹസീമിന്റെ ആകുമ്പോൾ ജമ്മ ഹിസാമ് വരാം, അപ്പൊ തർക്കക്കാരനാകും, അല്ലെങ്കിൽ ഹസ്മന എതിരാളി. ഐ വഹുവ ഫി നഫ്സി അഷദ്ദുന്നാസി മുഖാസമതൻ വഅദാവതൻ ലിമൻ യതവദ്ദു ഇലൈഹി, തന്നോട് സ്നേഹബന്ധം പുലർത്തുന്ന, തന്നെ സ്നേഹിതനായി കാണുന്ന ആൾക്കാരോട് ശരിക്കും ശത്രുത കാണിക്കുന്ന, വിരോധം കാണിക്കുന്ന തീവ്രനാണ് ഇയാള് മനസ്സിന്റെ ഉള്ളിൽ. പുറത്തേക്ക് എന്തൊക്കെ പിന്നെ നാട്യങ്ങളുണ്ടെങ്കിൽ അഷദ്ദു ഹുസമാഇഹിം, അവരുടെ ഏറ്റവും വലിയ എതിരാളിയാണ് അയാള് എന്നർത്ഥത്തിലാവാം. അലാനൽ ഹിസാം ജമു ഹസ്ം കിആബ് ജമു കഅബ്, കഅബ് എന്നുള്ള വാക്കിന് കിആബ് എന്ന ജമ്മുണ്ട്, എന്ന പോലെ ഹസ്ം എന്നുള്ള വാക്കിന് ഹിസാം എന്ന ജമ്മും. ബഹുൽ മുഖ്താർ, ആ ഒരു അഭിപ്രായമാണ് കുറച്ചും കൂടി മുഖ്താറായി പ്രബലമായി തോന്നുന്നത്, സെലക്റ്റഡായി തോന്നുന്നത്. എന്നാൽ ലദദ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിദ്ദത്തുൽ ഹുസം. അലദ്ദുൽ ഹിസാം എന്ന് പറയുമ്പോൾ ലദദ് എമ്പാടുള്ള ആളാണ്. ലദദ് എന്ന് പറഞ്ഞാൽ ശക്തമായ തർക്കം ഉന്നയിക്കലാണ്, തർക്കത്തിന് വേണ്ടി തർക്കിക്കുക. അത് പിന്നെ ലദ്ദ, ലദ്ദ എന്നാൽ തൈബ എന്ന പോലെ ലദീദ എന്ന ഫീലാണ്. ലദീദ ലദ്ദ തൈബ പോലെ. ലദ്ദ റജുലു ലാസം ലദ്ദ ഹസ്മുഹു കന്നസറ, പിന്നെ ലദ്ദ ഹസ്മഹു നസറ യൻസുർ പോലെ. ലദ്ദ യലുദ്ദു, മറ്റേ ലദ്ദ യലദ്ദു, തൈബ യത്താബു. അവ രണ്ട്, ഒന്ന് തൈബ യത്താബു, മറ്റേ നസറ യൻസുർ. അവിടെ അർത്ഥം ശബ്ദത ഹുസൂമത്തഹു, തൻ്റെ പിന്നെ തർക്കത്തിന്റെ ശക്തി കൂട്ടി എന്നാണ്, ശക്തമായി തർക്കിച്ചു. പിന്നെ ലാദ്ദ അതിന് മുഷാറക്ക, ലാദ്ദ എന്നുള്ളത് മുഷാറക്കത്തിന്റെ, അതായത് രണ്ടാൾ തമ്മിൽ ചേരുമ്പോഴാണ് ലാദ്ദത്ത് എന്നുള്ള വാക്ക്, ഫാല വസനിലുള്ള ശരി വരും. ഒരാൾ ഒറ്റക്കാകുമ്പോൾ ഫാല പറയില്ല. അപ്പൊ മുഷാറക്കത്തിന്റെ അർത്ഥമാണ് ലാദ്ദയിൽ വരും. അപ്പൊ ഫിഹു ഒരു നഹർ, ഇനി മറ്റൊരു നിലക്കും ഈ വാക്കിന് ന്യായം പറയുന്നുണ്ട്. കാലഹു കാകും, അത് പണ്ഡിതന്മാർ ചിലർ അങ്ങനെ വന്നു. എന്നുവെച്ചാൽ അനൽ ഹിസാം ഈ മനൽ ജിദാൽ, ഹിസാം എന്ന് പറഞ്ഞാൽ തർക്കം എന്നർത്ഥം. ഐ വഹുവ കവിയുൽ ആരുൽ ജദൽ, എന്നുവെച്ചാൽ ഈ കക്ഷി തർക്കത്തിൽ വമ്പൻ പിന്നെ പ്രകടനമായിരിക്കും. ലാ യുജിതുഹു അൻ യഖ്തബ അന്നാസ വയഗ്ഷഹു, ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളതിന് ഒരു കഴിവോട് മൂപ്പർക്കുണ്ടാവില്ല. നല്ല സുന്ദരമായ വാക്കുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ ഒരു അജും കക്ഷിക്കുണ്ടാവില്ല. യുൽഹിറു മിനൽ മൈലിലേയും, എങ്ങനെയൊക്കെയാണ് പറ്റിക്കല്? ഒന്ന്, അയാൾ ആൾക്കാരോട് വലിയ മൈലുള്ള ആളാണ്, സാഹിബുള്ള ആളാണെന്ന് പ്രകടിപ്പിക്കും. സാദുഹും ഫീ ശുഊനിഹിം വമസാലിഹി, അതുപോലെ ആൾക്കാരുടെ ഓരോ വിഷയത്തിലും പോയിട്ട് ഇടപെട്ടിട്ട് പിന്നെ അവരുടെ ഓരോ മസ്ലഹത്തിലും അവരുടെ പൊതു താല്പര്യങ്ങളിലൊക്കെ പോയിട്ട് അവർ സന്തോഷിപ്പിക്കും. പല സാഹിബ് ഹാദൽ ഖൗൽ, ഈ ഒരു വ്യാഖ്യാനം പറഞ്ഞോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഔസാഫുൽ മഹ്മൂദ് അല്ലത്തി യുഅ്തമദ് അലൈഹ സലാസ, ഇപ്പൊ ഇയാള് യാത്തമദ് അലൈഹ സലാസ, ഇയാൾ അവലംബിക്കുന്ന നല്ല ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് ഹുസ്നുൽ ഖൗൽ ബിഹൈസു യുജിബു സാമിഅ, കേൾവിക്കാരനെ ഹഠാത് ആകർഷിക്കുന്ന വിധമുള്ള സുന്ദരമായ വാക്ക് പറയാനുള്ളത്. സാധാരണ ഒരാൾ പറയേണ്ട നല്ല വാക്ക് തന്നെയാണ്. അപ്പൊ ആൾക്കാരെ പറ്റിക്കാൻ തരത്തിലുള്ള നല്ല സുന്ദരമായ വാചടവും ഇയാൾക്കുണ്ട്. മറ്റൊന്ന് ഇഷ്ഹാദുല്ലാഹി തആല അലാ സിദ്ഖിഹി വഹുസ്നി ഖസ്ദി, താൻ സത്യമാണ് പറയുന്നത്, തന്റെ ഉദ്ദേശം വളരെ സത്യസന്ധമാണ്, ഹസനാണ് എന്നുള്ളതിനാൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു. അയാളുടെ രണ്ടാമത്തെ അടവ്. ഈ രീതിയിൽ വേറെ അതിന്റെ താഴെയുള്ള സംഗതികളുണ്ട്. തൗക്കീദിന്റെ ഇതിന്റെ താഴെ വരുന്ന സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്വതന്ത്ര മനസ്സുള്ള ആള്, ബുദ്ധിക്കകത്ത് വേറെ ഒന്നും ഇല്ലാത്ത, കലർപ്പില്ലാത്ത ബുദ്ധിയുടെ ഒരു വ്യക്തി അത് സ്വീകരിക്കും. അതേപോലെ തന്നെ എതിരാളിയോട് അല്ലെങ്കിൽ തന്നെ നിഷേധിക്കുന്ന ആളോട് ശക്തമായും എതിർവാദം ഉന്നയിക്കാനുള്ള തർക്കത്തിന്റെ കൂവത്ത് ആൾക്കുണ്ട്. എന്നാൽ ഇയാളുടെ ഹാല് മോശമാണ് എന്നുള്ളതിന്റെ വിശദീകരണമോ അഫസാദിയാമാലി, അയാളുടെ അമലുകളൊക്കെയും ഫാസിദാണ്, നിരർത്ഥകമാണ്, നിഷ്ഫലമാണ് എന്നുള്ളതിന്റെ തെളിവോ ബഹുലായത്തെ നിത്താലിയത്തെ, അത് തുടർന്നുള്ള 2 ആയത്തുകളിലാണെന്ന് പറയുന്നത്. ഫഖദ് മഹദൽ ഹമാബി ഖൗലിഹി തആല ഫിൽ ഹയാത്തി ദുനിയ, ഇതെല്ലാം പറയാൻ വേണ്ടിയാണ് ഫിൽ ഹയാത്തി ദുനിയ എന്നുള്ളൊരു വാക്ക് ആദ്യം പറഞ്ഞ അല്ലാഹു തആല വഴിയൊരുക്കിയത്.
والتمهيد في بداية الكلام المراد من في غايته من علوم البلاغة وأفنانه. ഒരു വാക്കുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിന്റെ തുടക്കത്തിൽ ഒരു വഴിയൊരുക്കുക എന്നുള്ള ശൈലി ബലാഗയുടെ അറബിയുടെ സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ഐറ്റമാണ്. അതിന്റെ ഒരു ഫന്നാണ്, അതിന്റെ അങ്ങേറ്റം നിൽക്കുന്ന ഒരു ഫന്നാണ്, ഒരു കലയാണ് അർത്ഥം. അതൊരു ആയത്തുകൊണ്ട് എന്താണോ അന്ന് ഉദ്ദേശിക്കുന്നത് അതിലേക്കുള്ള ഒരു വഴി ഒരുക്കുക തുടക്കത്തിൽ എന്നുള്ളത് ബലാഗത്തിന്റെ ഏറ്റവും വലിയ ഒരു മേഖലയാണ്. അതിൽ ഫരീഖ് മിനൻ നാസ് യൂജദ് ഫീ കുല്ലി ഉമ്മ. ഇനി പറഞ്ഞതുപോലെ വാക്കുകൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ആൾക്കാർ എല്ലാ ഉമ്മത്തിലും കാണും. നാവ് കൊണ്ടുള്ള ഈ പറ്റിക്കുന്ന, ഈ വാഞ്ചിക്കുന്ന, ഈ ആകർഷകത്വത്തിന്റെ സംഗതി ഉണ്ടല്ലോ, അത് കാലത്തിനനുസരിച്ച് ഓരോ ഉമ്മത്തിലും വ്യത്യാസപ്പെടും. ചില കാലത്ത് ഒരാൾക്ക് നല്ല ചുരുക്കുള്ള വാക്കുകൊണ്ട് ഒരു വ്യക്തിയോ ഏതാനും വ്യക്തികളെയൊക്കെ മാത്രമേ പറ്റിക്കാൻ പറ്റൂ. വേറെ ചില കാലത്ത് ഇവർ സൗകര്യപ്പെടും. ഒരു സമുദായത്തെ മൊത്തത്തിൽ കുറച്ചു കാലത്തേക്കാണെങ്കിൽ പറ്റിച്ച് ഉറക്കി കടത്താൻ, എന്നിട്ട് അതുകൊണ്ട് വലിയ തൻകീല്, വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കാൻ അവന് കഴിയും. അങ്ങനത്തെ ഒരു ഉണ്ടാവും. ഇന്നത്തെ കാലത്ത്, ബഷീറുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പറയും, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുപോലെ പറ്റിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് പത്രങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ, ഉപദേശം കൊടുക്കാൻ അതിനും പറ്റും പത്രങ്ങൾ. എന്നാൽ എല്ലാവരും പറ്റിക്കാനുള്ള ഒരു വഴിയായിട്ടും പത്രങ്ങളെ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ്. വൈനമയക്കും തൽബീസുഹ സഹലൻ അലാമൻ യോജിബുൽ ആമ്മ ഖൗലുഹും ബിൽ ഉമ്മ അല്ലത്തി യഗ്ലിബ് ഫീഹാ അൽ ജഹൽ لا سيما في طور الانتقال من حال إلى حال إذا تختلف ضروب الدعوة وطرق الإرشاد. فإنما يكون تلبيسها سهلا. ഈ സത്യം അസത്യം കൂടി തെൽബീസ് ചെയ്യുക, അതിലും കൂടി കൂട്ടിക്കലർത്തി കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് സഹലൻ, വളരെ എളുപ്പമായിരിക്കും. അലാമൻ യോജിബുൽ ആമ്മ ഖൗലുഹും, ആരുടെ വാക്കാണോ സാധാരണക്കാരെ ആകർഷിക്കുന്നത് അത്തരം ആളുകൾക്ക്, ക്രൗഡ് പുള്ളറായ ചില ആൾക്കാരുണ്ടാവും, അവർക്ക് ഈ സംഗതി വളരെ എളുപ്പമാണ്. ഫില്ലുമം അല്ലത്തി യഗ്ലിബ് ഫീഹൽ ജഹൽ. എങ്ങനെയുള്ള സമുദായങ്ങളിൽ? ജഹലിന് മേധാവിത്വമുള്ള സമുദായങ്ങളിൽ. എല്ലാവരും സാക്ഷരരും വിദ്യാഭ്യാസം നേടിയവരായാൽ പറ്റികളോ നടക്കൂല. പക്ഷെ ജഹലിന് മേധാവിത്വമുള്ള സമുദായത്തിൽ ഇത്തരം മുറിവേദ്യന്മാർക്ക് എന്തും ചെയ്യാൻ കഴിയും. ലാസിയമ ഫി തൗറിൽ ഇന്തിഖാൽ മിൻ ഹാൽ ഇലാ ഹാൽ. പ്രത്യേകിച്ചും ഒരു സമുദായം ഒരു ഹാലിൽ നിന്ന് അടുത്ത ഹാലിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ ഒരു തൗറിലാണെങ്കിൽ അവിടെയൊക്കെ ഇത്തരക്കാർക്ക് നല്ല റോൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് തഖ്തലിഫു ളുറൂബ് ദഅവ വതുർഖുൽ ഇർഷാദ്. കാരണം ഓരോ നാട്ടിലും ഓരോ സമൂഹത്തിലും അന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് ദഅവത്തിന്റെ ഐറ്റംസ്, അതുപോലെ തന്നെ ഇർഷാദിന്റെ വഴികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ആളുകളെ സത്യം ബോധ്യപ്പെടുത്തി അതിലേക്ക് എത്തിക്കൊള്ള. അതിനുള്ള പ്രബോധനത്തിന്റെ മാർഗങ്ങൾ കാലത്തിനനുസരിച്ചും നാടിന്റെ സാഹചര്യത്തിനനുസരിച്ചും വ്യത്യസ്തമായി വരും എന്നർത്ഥം. ഇനി ആയത്തില് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞ വേറൊരു വകുപ്പ് കൂടി ഉണ്ട്. ഫിൽ ഹയാത്തി ദുനിയ. ഫിൽ ഹയാത്തി ദുനിയ എന്നുള്ള ഫി എന്നുള്ള ലർഫുണ്ട്. ലർഫു സമാൻ എന്ന ഫി, അത് മുതഅല്ലിഖുൻ ബിൽ ഖൗൽ ഖബ്ലഹു. അപ്പോ യോജിബുക ഖൗലുഹു ബിൽ ഹയാത്തി ദുനിയ, അവരുടെ വാക്ക് തന്നെ ആകർഷിക്കും ദുനിയവി ജീവിതത്തിൽ. അപ്പൊ അങ്ങോട്ടാണ് കണക്ഷൻ ഫിയുടെ എന്ന് പറഞ്ഞവരുണ്ട്. യോജിബുക ഖൗലുഹു ഇദാ തകല്ലമ ഫീ ശുഊനിൽ ഹയാത്ത് അദ്ദുനിയ വഅഹ്വാലിഹാ. എന്ന് വെച്ചാൽ ഭൗതികമായ വിഷയങ്ങളിൽ ദുനിയാവിന്റെ ഹാലുകളുടെ കാര്യത്തിൽ അയാൾ സംസാരം കൊണ്ടുവരികയാണെങ്കിൽ അത് നിനക്ക് വല്ലാത്ത ആകർഷകത്വം ഉണ്ടാക്കും എന്നർത്ഥമാണ് എന്ന് ഫി അങ്ങോട്ട് വ്യാഖ്യാനിച്ചവരുണ്ട്. തുർക്ക് ജമ്മുൽ മാൽ ഇഹ്റാജുൽ ജാഹിഫിയ. അതേപോലെ തന്നെ ദുനിയാവില് സമ്പത്ത് ശേഖരിക്കുക, സമ്പത്ത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതൊക്കെ ലക്ഷ്യാക്കുന്ന ആളുകൾ. മലക്ക് അലൈഹി അമ്ര. കാരണം സമ്പത്തിനോടുള്ള വല്ലാത്ത അഭിനിവേശം അവനെ പൂർണ്ണമായും സ്വാധീനിച്ചിരിക്കുന്നു. മലക്ക് അലൈഹി അമ്രഹ് പറഞ്ഞാൽ അവന്റെ മുഴുവൻ കാര്യത്തെയും അത് സ്വാധീനിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ
പിന്നെ സമ്പത്തിനോടുള്ള അതുപോലെ ദുന്യാവി ജീവിതത്തിനോടുള്ള ഷഹവത്തുകള്, പിന്നെ അതിന്റെ ലതത്ത്, ആ ആനന്ദങ്ങളിലേക്ക്, ഇച്ഛകളിലേക്കുള്ള അവന്റെ അഭിനിവേശം ഉണ്ടല്ലോ, അത് ഇസ്തഹവദ ഖൽബി, അവന്റെ ഹൃദയത്തെ പൂർണ്ണമായും കീഴടക്കിയിരിക്കുന്നു. ഫസാറഹുവ അൽ മുസർരിഫ് ലിശുഊരിഹി വലുബി. ഹലോ, ആരാണ്? ഫസാറഹുവ അൽ മുസർരിഫ് ലിശുഊരിഹി വലുബി. അങ്ങനെ അത് അവന്റെ ബോധത്തെയും അവന്റെ ബോധ്യത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒന്നായിട്ട് മാറും. ഫയൻതലിഖു ലിസാനു, അന്നേരം അതിനനുസരിച്ച് അവന്റെ നാവ് വാചാലമായി മാറും. വമിസ്ലഹു ഖലം, അതേപോലെ അവന്റെ തൂലികയും അതൊക്കെ എഴുതാൻ തയ്യാറാവും. ഫീ കുല്ലി മാ യസ്തഹി അസ്ഹാബുൽ ജാഹി വൽ മാൽ, ഈ പദവിയും സമ്പത്തും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവരെ ആകർഷിക്കാൻ പറ്റിയ രീതിയിൽ എന്തും പറയാൻ അവന്റെ നാവ് തയ്യാറാവും. അതിനെ പറ്റിയൊക്കെ എഴുതാൻ തൂലികയും സജ്ജാവും. സുൽത്താൻ, അതേപോലെ തന്നെ ഈ നേതൃത്വം, സ്ഥാനം, അധികാരം, ഇതൊക്കെ ഉള്ള ആൾക്കാരെ അങ്ങോട്ട് ചായച്ചു കൊണ്ടുവരാനും സഹായകമായ രീതിയിൽ എഴുതാനും പറയാൻ തയ്യാറാവും. ലാക്കിൻ തകല്ലമ ഫി അംരി ദീൻ, എന്നാൽ ഈ വ്യക്തി മതപരമായ വിഷയങ്ങളിൽ വല്ല പറയുകയാണെങ്കിലോ, ജാഅ ബിൽ ഖത്തൽ വൽ ഹശ്വ്, വളരെ ഖത്തലായ, തികച്ചും തെറ്റായ, അതുപോലെ ഹശ്വ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ലാത്ത വെറുമ്പർത്താണ്. അത്തരം കാര്യങ്ങൾ മാത്രമേ കക്ഷിക്ക് പറയേണ്ടാവുള്ളൂ. അവിടെ സംസാരത്തിന് ചൊറുക്കൊക്കെ പോകും. വെറും നിരർത്ഥകമായ വാക്കുകൾ മാത്രമേ ദീന്റെ കാര്യത്തിൽ പറയേണ്ടാവുള്ളൂ. വഖാഫിൽ ഗലത വല്ലഗവ്, ഗലത്തത്ത് പറഞ്ഞാൽ പിഴവ്, ലഗവ് പറഞ്ഞാൽ തന്നെ നിരർത്ഥകമായത്, ഫലശൂന്യമായത് എന്നൊക്കെയുള്ള ലഗവിന്റെ അർത്ഥം. അത്തരം സംസാരത്തിലായിരിക്കും അയാൾ എത്തിപ്പെടുക. അയാളുടെ വർത്തമാനത്തിന് ഒരു കഥ ഉണ്ടാവില്ല. ഫലാ യഹ്സുൻ വഖു ഖൗലിഹി ഫി സമ്മ, അങ്ങനെ ദീന്റെ കാര്യം പറയുമ്പോഴേ അയാളുടെ വാക്കിന്റെ ആ വാക്ക് അത് ഒരാളുടെ കാതിലും ഒരിക്കലും ഹസനാവില്ല, നന്നാവില്ല. വലാ യകുനു തഅ്സീറുൻ ഫിൻ നഫ്സ്, മനുഷ്യന്റെ ഒരു നഫ്സിലും ഒരാളുടെ മനസ്സിലും ഒരു സ്വാധീനവും അയാളുടെ വാക്കുകൾക്ക് ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവും ദുന്യാവിന്റെ കാര്യം പറയുമ്പോഴാണ് നടക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ സംസാരിക്കുന്ന ഒരാളുടെ ശരിക്കുള്ള സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് അയാളുടെ കൗലിൽ ഇങ്ങനെ പ്രകടമാവും. ഒരാളുടെ ഒളിപ്പിച്ചു വെച്ച ആ പിന്നെ ചിന്തകൾ, ലമീർ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെച്ചാണ്, ലമറ ഒളിപ്പിച്ചു വെച്ചു. അലുമറ എന്ന് പറഞ്ഞാൽ സത്തറ എന്നുള്ളതാണ്. നമ്മുടെ മലയാളത്തിൽ പക്ഷെ അലമാറ എന്നുള്ള വാക്കുണ്ടാകുക തന്നെയായിരിക്കും. എല്ലാം ഒളിപ്പിച്ചും സൂക്ഷിച്ചും വെക്കാനുള്ള സ്ഥാനമാണല്ലോ അലമാറ. അലുമറ എന്നുള്ള ഫീൽ എനിക്ക് അതിന്റെ കാരണം തോന്നുന്നു. അപ്പോൾ ലമീറുൽ മക്നൂൻ യൽഹർ ഫീലാനി, ഒരാളുടെ മക്നൂനായിട്ടുള്ള ലമീർ, ഒളിച്ചു വെക്കപ്പെട്ട ആ രഹസ്യങ്ങൾ, അത് അയാളുടെ സംസാരത്തിൽ ഇങ്ങനെ പ്രകടമാവും. മനസ്സിൽ എന്തുണ്ടോ അത് നാവിലൂടെ പുറത്തു വരും. അള്ളാഹ് പറയുന്നു സൂറത്ത് മുഹമ്മദിൽ, നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അവരെ ശരിക്കും കാണിച്ച് ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാവും. അവരെ അവരുടെ ഗുണഗണങ്ങളിലൂടെ, ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കഴിയും. പല താരിഫുൻ ലഹനിൽ ഖൗൽ, അവരുടെ വാക്കിലെ ലഹനിലൂടെ, വാക്കിലെ തെറ്റായ പിന്നെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു യഅലമു അഅ്മാലക്കും, നിങ്ങളുടെ അമലുകളെല്ലാം അള്ളാഹു പൂർണ്ണമായിട്ടും അറിയുന്നുണ്ട്. താക്കീദിന്റെ സ്വരത്ത് പറഞ്ഞത് സൂറത്ത് മുഹമ്മദ്. വഫിൽ ഹുക്ം കുല്ലു കലാമിൻ യബ്റുസ് വലഹി കിസ്വത്തുൻ മിനൽ ഖൽബ് അല്ലദി അൻഹു സദർ വലിഹാദാ കാന ഇർഷാദുൽ മുഖ്ലിസീൻ നാഫിഅൻ വഖിദാൽ മുനാഫിഖീൻ സാദിയാൻ. അപ്പോ ഇതിന്റെ ഇതേ ഹുക്മിൽ വരികയാണ് എന്ത്? കുല്ലു കലാമിൻ യബ്റുസ്, പുറത്ത് പ്രകടമായിട്ട് വരുന്ന എല്ലാ കലാമും, വലഹി കിസ്വത്തുൻ മിനൽ ഖൽബ്, ആ കലാമിന്റെ മീതെ ആവട്ടെ കൽബിന്റെ ഒരു കിസ്വ, ഒരു വസ്ത്രം ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. അല്ലാതെ അൻഹു സദർ, ഏത് ഹൃദയത്തിൽ നിന്നാണോ കലാം വരുന്നത് അതിന്റെ ഒരു പൊതി ആ കലാമിനുണ്ടാവും. ഏതൊരാൾ എന്ത് സംസാരിക്കുകയാണെങ്കിലും ആ പറയുന്ന ആളുടെ കൽബിലുള്ളത് ആ വാക്കിലൂടെ അയാൾ തന്നെയും അറിയാതെ അത് പുറത്തു വരും. വലിഹാദ കാൻ ഇർഷാദുൽ മുഖ്ലിസീൻ നാഫിഅൻ വഖിദാൽ മുനാഫിഖീൻ സാദിയാൻ. അതുകൊണ്ട് തന്നെ മുഖ്ലിസീങ്ങളായ ആൾക്കാരെ, നിഷ്കളങ്കതയുള്ള നിസ്വാർത്ഥതയുള്ള ആൾക്കാരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് പ്രയോജനകരമായ ഒരു കാര്യമാണ്. അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഗൈഡ് ചെയ്താൽ അതിന്റെ കാര്യമില്ല. പക്ഷേ മുനാഫിഖീങ്ങളുടെ ഹിദായ്, അവരുടെ ചതി എന്നുള്ളത് അത് സാധ്യം, പെട്ടെന്ന് അർത്ഥം കുറിക്കുന്ന ഒന്നാണ് എന്നർത്ഥം. വലഹാദൽ വജ്ഹി ഫി തഫ്സീർ തകൂൻ ജുംലത്തു വയുഷ്ഹിദുല്ലാഹ വസ്ഫൻ റഹാൽ മിമ്മാ ഖബ്ല. ഇതേ നിലക്ക്
വൈഷദുല്ലാഹ് എന്നുള്ള ആയത്തിന്റെ ആ ഒരു ഭാഗത്തും തഫ്സീർ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. അതൊരു മുസ്തഖില്ലായ വസ്ഫായിട്ട്, അല്ലാതെ തൊട്ടു മുമ്പുള്ളതിന്റെ ഹാലല്ല. ഐ ലാ ഇൽ കലാം ഫി ദുനിയ, ദുനിയാവിലെ കലാമല്ലാതെ മൂപ്പർക്ക് ഹസനായിട്ട് പറയാൻ കഴിയില്ല. ലിവജ് സാമിയ വഹദാഹു, കേൾവിക്കാരനെ ആകർഷിക്കാനും പറ്റിക്കാനും. ലാക്കിൻ എന്ന കൽബഹു മഅല്ലാഹ്, എന്നാൽ ഇവന്റെ വാദമോ എന്റെ കൽബ് അള്ളാന്റെ കൂടെ ഉണ്ട്. വന്നഹു ഹസനു ശരീറ, താൻ ശുദ്ധ ഹൃദയനാണ്. ശരീർ തന്നെ കൽബാണ്, താൻ ശുദ്ധ ഹൃദയനാണെന്നാണ് അവന്റെ വാദം. വൈന്നകല തറ ഹാദാ ഫി ശിറത്തിൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകളുടെ ജീവിതത്തിലും അവരുടെ ജീവചരിത്രത്തിൽ നോക്കിയാൽ ഈ സ്വഭാവം കാണാം. വാഹിറൻ ജലിയൻ, വളരെ വ്യക്തമായി തന്നെ കാണാം. കമാ വസഫ അല്ലാഹു തആല, അള്ളാഹു യതുഖുന സ്വലാ, എന്തൊക്കെയാണ് നിസ്കാരം അവർ ഒഴിവാക്കും. വയംനഉന സക്കാത്ത്, സക്കാത്ത് അവർ കൊടുക്കാതെ തടയും. വയസ്റബുനൽ ഖുമൂർ, മദ്യം എല്ലാവരും സേവിക്കും. വയസാബഖൂൻ ഇലൽ ഫുജൂർ, എല്ലാ അധാർമികമായ കാര്യങ്ങളിലേക്കും കുതിച്ച് അവർ മത്സരിച്ച് മുന്നേറും. വയഖുലുൻ അംവാലൻ നാസ് ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് ഒരു ന്യായമല്ലാതെ തികച്ചും ബാത്തിലായ ഹക്കല്ലാത്ത നിലക്ക് അവർ എടുത്തു വിടുന്നു, കഴിക്കും. സുമ്മ യുഫദ്ദിലൂന അൻഫുസഹും ബിദ്ദീൻ അലാ അഹ്ലി നസാഹത്തി വത്തഖ്വ, ഇതൊക്കെ ചെയ്താലും വളരെ സംശുദ്ധമായും തഖ്വയോട് കൂടിയും ജീവിച്ച ആൾക്കാരെക്കാൾ ഏറെ ദീനിൽ തങ്ങൾ വലിയ ഫാദലീങ്ങളാണെന്ന് അവർ നാട്യം നടിക്കുകയും ചെയ്യും. സായിമീൻ അൻ ഹൗലാൽ മുത്തഖീൻ ഖദ് അമറത് ലവാഹിറഹും ബിൽ അമൽ വൽ ഇർഷാദ്, ഈ മുത്തഖീങ്ങളായ ആൾക്കാരൊക്കെയും തങ്ങളുടെ ലാഹിറുകളെ, പുറത്തുള്ള ഭാഗത്തെ അമലുകൊണ്ട് ഇർഷാദ് കൊണ്ടും പിന്നെ സജീവമാക്കിയതാണ് എന്നൊരു വാദം. പക്ഷെ ഇത് പറയുമ്പോഴും അവരുടെ അന്തരംഗം അത് വളരെ മോശമായ വിശ്വാസത്താൽ നശിച്ചിട്ടുണ്ടാവും, ഖറാബായിട്ടുണ്ടാവും. പക്ഷെ അവരുടെ വാദം എന്താ? ഞങ്ങൾ പലിശ തിന്നണമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചൂത് കളിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഹറാമാന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്, പാടില്ല, ഹറാമാണ് ഞങ്ങൾ അതിനെ കാണുന്നുണ്ട്. മുങ്കർ, അതുപോലെ ഞങ്ങൾ ആൾ കൂടുമ്പോഴും പിന്നെ ഞങ്ങളുടെ പിന്നെ യോഗ പിന്നെ അല്ലെങ്കിൽ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ മോശമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അലാക്കിന്നാലാനസ്താസിന്, പക്ഷെ അത് ഹസന എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് തെറ്റാണ് എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, അത് നല്ലതെന്നുള്ള അഭിപ്രായമൊന്നുമില്ല എന്ന് പറഞ്ഞു. വൈനമാനത്തുഹുമിൻ ജീവില്ല അവനിയാബി ഖലാബത്തിന, അതേപോലെ പിന്നെ പൈസക്കാരുടെ പോക്കറ്റും ഞങ്ങൾ മെല്ലെ തട്ടി മാറ്റുന്ന എന്തൊക്കെയാണോ അടിച്ചു മാറ്റുന്നത് ഞങ്ങളുടെ പിന്നെ വഞ്ചനയിലൂടെ. ലൈസൽ മഖ്സൂദ ബിഹി തർഫീഹ മഅീശത്തിന, അത് ഞങ്ങളുടെ ജീവിതം സുഖലോലുപമാക്കാൻ വേണ്ടിയല്ല, പിന്നെയോ ഇന്നമാഹു അജ്റുൻ അല സഈ ഫി ഇലാഇ ശൈനിഹിം, ജനങ്ങളുടെ ജീവിത നിലവാരം നന്നാക്കാൻ, മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പണക്കാരുടെ പൈസ ഞങ്ങൾ കട്ടെടുത്തുക അല്ലെങ്കിൽ പറ്റിച്ചെടുത്തുക എന്നവർ വാദിക്കും. മുക്കാഫ അല ഖിദ്മത്തി അവതാനിയും, നാടിനെ സേവിക്കാനുള്ളതിന്റെ ആ സേവനത്തിനുള്ള ഞങ്ങൾക്ക് കിട്ടേണ്ട പ്രതിഫലമാണിത്, അല്ലാതെ ഞങ്ങൾ വേറൊന്നും അനർഹമായി അവിഹിതമായി നേടിയിട്ടില്ല എന്നവരെ വാദിക്കും. അമ്മാരി ചൊർക്കുള്ള വർത്താനം പറയും. ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർ ഏറ്റവും വലിയ ഹസ്മുകളായിട്ട് മാറാൻ, ശക്തനായ തർക്കക്കാരനായിട്ട് മാറാൻ. അലാ ഇന്നഹും ഹും സുഫഹാ, സൂറത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ പോലെ അവർ തന്നെയാണ് പരമവിഡ്ഢികൾ. ഫഖദ് ജറത് സുന്നത്തുല്ലാഹി തആല ഫീ ഖൽഖി, ഈ സൃഷ്ടികളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടിക്രമം ഇവിടെ ജാരിയാണ്, അതിവിടെ നടന്നു വരുന്ന സംഗതിയാണ്. വദല്ലത്ത് ഹിദായത്തുഹു ഫീ കിതാബി, അള്ളാഹുവിന്റെ ഹിദായത്ത് അള്ളാഹുവിന്റെ കിതാബിലൂടെ തെളിയിക്കുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താ ബോധ്യപ്പെടുത്തുന്നത്? സലാമത്തുൽ ഇഅ്തിഖാദ് വ ഇഖ്ലാസു സരീറഹുമാ യംബുഉൽ അമാൽ അസ്സാലിഹ, വിശ്വാസത്തിന്റെ സുരക്ഷിതത്വം, അതേപോലെ തന്നെ മനസ്സിന്റെ സംശുദ്ധത, അത് രണ്ടുമാണ് സാലിഹായ കർമ്മങ്ങളുടെ ഉറവിടം. സാലിഹായ കർമ്മങ്ങൾ ഉറവ് കൂട്ടുന്നത് ശുദ്ധമായ മനസ്സുണ്ടാകുമ്പോഴും അഖീദ സലീമാകുമ്പോഴുമാണ് എന്നാണ് അള്ളാഹു കിതാബിലൂടെ അറിയിക്കുന്നത്. അതുപോലെ പോലെ അഖ്വാലി നാഫിയ, നല്ല നാഫിയത്തായ കൗലുകളുടെയും പ്രഭവ കേന്ദ്രം ശുദ്ധമായ ഹൃദയമാണ്, സുരക്ഷിതമായ തെറ്റു വരാത്ത കലർപ്പ് വരാത്ത വിശ്വാസവുമാണെന്നാണ്. എന്നിട്ട് സൂറത്തുൽ അറാഫിലായത് വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി, ഒരു നല്ല നാടാണെങ്കിൽ ആ നല്ല നാട്ടിൽ നിന്നുള്ള വിഭവങ്ങള്, സസ്യങ്ങൾ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി പുറത്തേക്ക് മുളച്ചു വരും. വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ, എന്നാൽ ദുഷിച്ച ഒരു നാടാണ്, വളരെ മോശം മണ്ണ്, ദുഷിച്ച നാട്, അന്തരീക്ഷം പോക്ക്, വെള്ളം മോശം, അങ്ങനെയൊക്കെ ആകുമ്പോൾ നക്കിതായത് മാത്രമേ അവന് പുറത്തു വരുള്ളൂ. നക്കിത് എന്നാൽ ഒട്ടും ഉപകാരപ്പെടാത്ത
വളരെ മോശമായിട്ടുള്ള സംഗതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തരം ആളുകളുടെ വാദഗതികൾ വിവരിക്കുന്നിടത്ത് അള്ളാഹു എന്ത് പറഞ്ഞു നോക്കും. വൽ കുരുബിൽ മറിയല്ല, വളരെ അരിതത്തായ കോലാഹലങ്ങളും വളരെ രോഗാതുരമായ ഹൃദയങ്ങളുള്ള ആൾക്കാരാണ്. അവരെ പറ്റി അള്ളാഹ് പറയുന്നത് ഇവര് ഇതൊക്കെ പറഞ്ഞ് പിന്തിരിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ തവല്ല എന്നുള്ളതിന് അധികാരമേറ്റാൽ എന്നർത്ഥം പറയുന്നവരുണ്ട്. വിലായത്തേറ്റാൽ, അധികാരം കൈ കിട്ടിയാൽ, അല്ലെങ്കിൽ ഈ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവര് പിന്തിരിഞ്ഞു പോയാൽ അവർ ഭൂമിയിൽ ഓടി നടക്കുന്നത് ഫസാദ് ഉണ്ടാക്കാനാണ്. അപ്പോ എന്താണ് തവല്ല? തഫ്സീർ തവല്ലി ഹുന ഖൗല. തവല്ല എന്നുള്ള വാക്കിന്റെ വ്യാഖ്യാനം രണ്ടാൾക്ക് പറയുന്നുണ്ട്. അഹദുഹുമ ഇന്ന സാഹിബ് ദഅവൽ ഖൗലിയ ഇദാ ആറള അൽ മുഖാത്തബി ഫദ്ഹബ ഇലാ ശൈനി. അതിന്മാരി വാദുന്നയിക്കുന്ന ആള് അയാൾ അഡ്രസ് ചെയ്യുന്ന ആരോടാണോ അയാളുമായി വർത്താനം നിർത്തിയിട്ട് തന്റെ സ്വന്തം കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പൊ അതാണ് പിന്തിരിഞ്ഞു പോയാൽ നടക്കും. അവൻ എന്റെ വർത്താനം നിർത്തി സ്വന്തം കാര്യത്തിലേക്ക് പോയാൽ പൈന സായഹു വെക്കൂൻ അല്ല അദ്യമഖാൽ, പിന്നെ അയാളുടെ പരിശ്രമം അയാൾ ഇതുവരെ പറഞ്ഞതിന് എതിരായ കാര്യത്തിനായിരിക്കും. എന്താണോ പറഞ്ഞത് അതിന്റെ നേരെതിരായ കാര്യത്തിന് വേണ്ടി പിന്നെ അയാളുടെ പരിശ്രമം കാണാം. യദ്ദഇ സ്വലാഹ വൽ ഇസ്ലാഹ വഹുബ്ബൽ ഖൈർ. താൻ സാലിഹ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇസ്ലാഹ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നു, ഖൈറിന് ഇഷ്ടപ്പെടുന്നു ഒക്കെ അയാൾ വാദിക്കും. പക്ഷെ സമൂഹ ബിൽ ഫസാദ്, ഇതൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോഴും അയാൾ ഭൂമിയിൽ ഓടി നടക്കുന്നത് ഫസാദിന് വേണ്ടിയായിരിക്കും. ذلك أنه لا حمله إلا في الشهوات واللذات والحظوظ الخسيسة. കാര്യം എന്താ? ഷഹവത്തുകളും ആനന്ദങ്ങളും അതുപോലെ വളരെ വില കുറഞ്ഞ ജീവിത ആസ്വാദനങ്ങളും, ഹസീസ വളരെ ചീപ്പായിട്ടുള്ള ആസ്വാദനങ്ങളും മാത്രമേ മൂപ്പർക്ക് ജീവിതത്തിൽ ലക്ഷ്യമുള്ളൂ. അതിന്റെ പേരിൽ സത്യത്തിന്റെ വക്താക്കളോട് കടുത്ത ശത്രുത ഉണ്ടാവും, ആളുടെ ഭാഗത്തു നിന്ന് ഉപദ്രവം ഉണ്ടാവും. കാരണം അവരുടെ ഏറ്റവും ശക്തന എതിരാളിയാണ് ആൾ. കാരണം മനുഷ്യന്റെ പ്രകൃതിയിലുള്ള കാര്യങ്ങൾക്ക് അതിന് വിരുദ്ധമായതിന്റെ വക്താവായിട്ടാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ വിരോധം തീർച്ചയുണ്ട്. അതേപോലെ തന്നെ തന്നെ പോലുള്ള ഉണ്ടാക്കാൻ ആൾക്കാരുണ്ട്, അവർ നല്ലവരോട് മത്സരിക്കുന്നുണ്ട്. ആ മത്സരികളോട് എതിരായിരിക്കും. അപ്പൊ നല്ലവരോട് എതിരെ മോശക്കാരെതിരെ പലായക്കും ലഹു ഹമ്മുൻ വറ. അപ്പൊ ഈ സുഖാസ്വാദനങ്ങൾ, അതിനു വേണ്ടിയുള്ള എല്ലാ സബബുകളും മാർഗങ്ങളൊക്കെ ചെയ്യാന്നൊരു പറയുമ്പോൾ അയാൾക്ക് ഉദ്ദേശം എന്തേ ഉള്ളൂ? ഇല്ലൽ കൈതലിന്നാസ്, ആൾക്കാരോട് തന്ത്രം കാണിക്കുക, അവരെ പറ്റിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അലൽ അംവാൽ, ഇയാള് തന്റെ അതിക്രമത്തിലൂടെ സമ്പത്തുക്കളെയാണ് നശിപ്പിക്കുന്നത്. വല്ലേറ, തന്റെ പിന്മാറ്റത്തിലൂടെയും സമ്പത്താണ് നശിപ്പിക്കുന്നത്. അംവാൽ വൽ ആറാദ് എന്നാണ് ഈ ആറാദ്. ആറാദ് പറഞ്ഞാല് വിഭവങ്ങൾ, ഏറാദല്ല ആറാദ്, ദുന്യ. അപ്പൊ സമ്പത്തുകളെയും ദുന്യാവിലെ വിഭവങ്ങളെയുമാണ് ആള് പിന്നെ കേടുവരുത്തുന്നത്. വയുഹ്ലിക്കുൽ ഹർസ വന്നസ്ൽ എന്ന് ആയത്ത് പറഞ്ഞു. അയാൾ കൃഷിയും സന്താനങ്ങളും നശിപ്പിക്കുന്നു. അതെങ്ങനെ വെച്ചാൽ അയാൾ അതിക്രമം കൊണ്ടുണ്ടാകുന്ന വല്ലാത്ത നാശങ്ങളുണ്ട്. ആ നാശത്തിന്റെ ഭാഗമായി മക്കൾ നശിക്കും, സമ്പത്ത് നശിക്കും. എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഹർസിന്റെ സമറാത്ത് ഇയാൾ ഇല്ലാതാക്കും. ഹർസിന്റെ സമറാത്ത് തന്നെ സറാണ്, കൃഷി ഉൽപ്പന്നങ്ങളാണ്. നെസ്ൽ എന്ന് പറഞ്ഞാൽ ജന്തുക്കളുടെ കൂട്ടത്തിൽ നിന്ന് നെസ്സിലായിട്ട് വരുന്ന സന്താനങ്ങളായി പരമ്പരയായിട്ട് വരുന്നത്. ഇവിടെ ബാദിയത്തിലെ ആൾക്കാരുടെയും നഗരത്തിലെ ആൾക്കാരുടെയും സമ്പാദ്യങ്ങളിലേക്കുള്ള ഒരു സൂചന ഈ ആയത്തിലുണ്ടെന്ന് തോന്നും. ഇബ്രത്തുൻ കുബ്ര, ഇതില് വലിയ ഗുണപാഠമുണ്ട്. കൃഷി നശിപ്പിക്കുന്ന ആളുകൾക്ക്, ബഹായ്, മൃഗങ്ങളെ വെറുതെ കൊന്നു കളയുന്ന ആളുകൾക്ക്, സുമ്മി, വിഷം കൊടുത്തിട്ടും വൈരിക അല്ലാതെയൊക്കെ ജന്തുജാലങ്ങളെ കൊല്ലുന്ന ആളുകൾ, ഇന്തിഖാമം മിമ്മൻ യക്റഹൂനഹും, തങ്ങളോടുള്ള എതിർപ്പ് ഉള്ള ആൾക്കാരോട് പ്രതികാരം കാട്ടാൻ വേണ്ടി കന്നുകാലികളെ ഒക്കെ തന്നെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. വഹിയ ജറാഇം ഫാഷിയ, ഇത് വ്യാപകമായിട്ട് കാണുന്ന ക്രൈമുകളാണ്. ഫി അറിയാഫ് മിസ്ർ ലിഹാദൽ അഹദ്. ഇത് ഈ തഫ്സീർ എഴുതുന്ന കാലത്ത് ഞാൻ പറയാം. ഇന്നത്തെ കാലത്ത് ഈജിപ്തിന്റെ ഉൾഗ്രാമങ്ങളിൽ
വളരെ വ്യാപകമായി പ്രചാരത്തിലുള്ളതായിട്ട് കാണുന്ന കുറ്റകൃത്യമാണ് ഈ പറഞ്ഞതൊക്കെ. ഫൈനൽ ഇസ്ലാം, ഫൈനൽ ഹിദായത്തുൽ ഖുർആൻ. ഈ ആൾക്കാരുടെ വിഷയത്തിൽ ഇസ്ലാം എവിടെ? ഖുർആനിന്റെ ഹിദായത്ത് എവിടെ? അസ്ഹരി അൽ മുറാദ് ബിൽ ഹർസി ഹുന അന്നിസ ഹാഹുന അന്നിസ. അസ്ഹരി എന്ന് പറയുന്ന പണ്ഡിതനുടെ പേരോടെ പറയുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഹർസ് എന്ന് പറഞ്ഞ ഉദ്ദേശ്യം സ്ത്രീകളാണ്. കമാഫി ഖൗലിഹി നിസാഉക്കും ഹർസുൽ ലക്കും എന്നുണ്ടല്ലോ വേറൊരു ആയത്ത് ഇതേ സൂറത്തിൽ. അബിൻ നസിൽ അല്ല ഔലാദ്. അപ്പൊ ഹർസ് എന്ന് പറഞ്ഞാല് സ്ത്രീകളും നസിൽ എന്ന് പറഞ്ഞാല് മക്കളും എന്നാണ് അവരെ വ്യാഖ്യാനം. അല്ലാതെ കൃഷി അവിടെ വരുന്നില്ല. സ്ത്രീകളും മക്കളുമാണ് ഉദ്ദേശം. അൽ മുറാദ് നിസാ ഉന്നാസു ഔലാദുഹും. അപ്പോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളും മക്കളും എന്നാണോ? അം നിസാൽ മുഫ്സിദീൻ ഔലാദുഹും ഖാസ, അല്ലെങ്കിൽ ഈ ഫസാദ് ഉണ്ടാക്കുന്നവരുടെ മക്കളും സ്ത്രീകളും എന്ന് മാത്രമാണോ ഉദ്ദേശം? ലാൽ അമ്ര ആമു. ഒരു പക്ഷേ കൂടുതൽ കോമൺ ആയിട്ടുള്ള അർത്ഥമായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫൈനൽ മുഫ്സിദീൻ അല്ലദീൻ യത്മഹന ബിബ്സാരിഹിം ഇല നിസാഇന്നാ. തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് സ്ത്രീകളെ മോഹിക്കുന്ന മുഫ്സിദീങ്ങളുണ്ട്. ഔ യസ്അനു ഫി ഇഫ്സാദി നിളാമിൽ ബുയൂത്ത്, അല്ലെങ്കിൽ വീടിന്റെ നിളാമെല്ലാം തകരാറാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. മിനൽ ഫിത്തിൻ. എങ്ങനെയാണ് വീടിന്റെ നിളാം തകരാറാക്കുന്നത്? ഫിത്തിനിട്ട് എല്ലാവരും മനസ്സിന് ഫിത്തിന കൊണ്ടുപോയിടുക. പോയി അമലുൻ തഫ്രീഖ്, എന്നിട്ട് ഭാഗീകരണം ഉണ്ടാക്കുക, ആൾക്കാർക്കിടയിൽ വിഭജനം ഉണ്ടാക്കുക. ലാ തക്കാദു തസ്ലം ബുയൂത്തു മിനൽ ഹറാം ളാഹിറൻ വ ബാത്തിൻ. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ വീടുകൾ പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള ഹറാബിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ബാത്തിനും ഫഖത്ത്, അല്ലെങ്കിൽ പരോക്ഷമായത് മാത്രം അതെന്തായാലും ഉണ്ടാകും. ഫൽ മുഫ്സിദു ശിർറീറു. അപ്പൊ ഏറ്റവും ദുഷ്ടനായ ഒരു കുഴപ്പക്കാരൻ. യുഅ്ദി നഫ്സഹു വ അഹ്ലഹു. അയാൾ തന്നെയും തന്റെ കുടുംബത്തെയും ഉപദ്രവിക്കുകയാണ്. ബിദുറൂബി മിനൽ ഈദാ. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ. ഖദ് യുഅ്മീഹി അൽ ഗുറൂർ അൻഹ ഔ അൻ കൗനിഹാ മിൻ സായി. ഒരു പക്ഷേ ഇതിനെ അയാൾ അന്ധമാക്കുകയാണ്, ആൾക്കാർക്ക് കാണാതാക്കുകയാണ് അയാളുടെ ഗുറൂർ കൊണ്ട്, അല്ലെങ്കിൽ അത് തന്റെ സായിപ്പെട്ടതാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് കാണാതാക്കുകയാണ് ചെയ്തു. വഖാല ഉസ്താദുൽ ഇമാം ഇന്ന ഹിലാക്കൽ ഹർസി വന്നസ്ൽ ഇബാറത്തുൻ അൻ ഇദാഇ ശദീദ്. ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞത് ഹർസും നസ്ലും ഹിലാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കടുത്ത ഉപദ്രവം ചെയ്യാന്നുള്ളതിന് പറയുന്നൊരു വാക്കാണ്. അപ്പൊ സാറ താബിറൻ ബിലാലിക മിൻ ഖബിലിൽ മസൽ. കടുത്ത ഉപദ്രവം ചെയ്യാന്നുള്ളതിന് മക്കളെയും സ്ത്രീകളെയും ഹർസിനെയൊക്കെ നശിപ്പിക്കാനുള്ള പ്രയോഗം ഒരു മസല് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ മാനഹു മുസ്തറസിൽ ഫി ഇഫ്സാദി. അർത്ഥം ഈ ഇഫ്സാദിൽ അങ്ങനെ ലയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പല വദ്ദായില ഹിലാക്കിൽ ഹർസി നസിൽ. ആ ഉപദ്രവത്തിന്റെ വകയായി ഫലമായി മനുഷ്യന്റെ ഹർസും നസലും നശിപ്പിച്ചാൽ പോലും ഇയാൾക്കൊരു കുറ്റബോധമല്ല. അപ്പൊ കദാലിക ഷഅ്നുൽ മുഫ്സിദീൻ. ഇതേപോലെ തന്നെ ഫസാദുകാർ ഷഹ്വാത്തിഹിം. അവർക്ക് ആകെ വേണ്ട തങ്ങളുടെ ഷഹ്വത്തുകൾ തൃപ്തിപ്പെടുത്തണം, തങ്ങളുടെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ ആൾക്കാർ ഉപദ്രവിക്കുന്നു. വലോ ഖരിബൽ മുൽക്ക് ബിർല്ലാഹി. ഒരു പക്ഷേ ഈ തൃപ്തിപ്പെടുത്തുന്നുണ്ട് മുൽക്കിനെ നശിച്ചാലും വേണ്ടില്ല, മൊത്തം രാജ്യത്തിന്റെ ഭരണം തന്നെ നശിപ്പിച്ചാലും വേണ്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്ഥിതി. വൽ ഖൗലുൽ ആഖർ. ഇനി വേറെ ഖൗലുള്ളത് ഇന്നൽ മുറാദ് ബി തവല്ലി സാറ വാലിയല്ലഹു. ഇദാ തവല്ല എന്നാൽ അധികാരമേറ്റാൽ എന്നുള്ള അർത്ഥമാണ്, വാലിയായ എന്നുള്ള അർത്ഥമാണ്. ഹക്കമ ഹുക്മുൻ യുനഫൽ വഅമൽ മുസ്തമദ് ബി. അതായത് ഇയാൾക്ക് അധികാരമുണ്ട്, അപ്പോ നടപ്പാക്കാൻ പറ്റുന്ന വിധിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ മുസ്തബിദ്ദായി സ്വേച്ഛാധിപത്യപരമായി ചെയ്യാവുന്ന അമലുകളുടെ ഒരു കഴിവ് ആൾക്കുണ്ട്. വൈഫ്സാദുഹു ഹൈനൈൻ. അപ്പൊ അത് നശിപ്പിക്കുക എന്നാൽ എങ്ങനെ? യകൂൻ ബിൽ ദുൽമി മുഹറിബിൽ ഉംറ വആഫത്തുൽ ബിലാദ് വൽ ഇബാദ്. അത് ദുൽമിലൂടെ ഉണ്ടായിത്തീരാം. ദുൽമു എന്ന് പറഞ്ഞാൽ മനുഷ്യ നാഗരികതയുടെ മുഹറിബാണ്, അതിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നാടിനും നാട്ടുകാർക്കും ഉള്ള ആഫത്താണ് ദുൽമു എന്നുള്ളത്. ഹിലാഖുൽ ഹർസ വൻ നസ്ൽ യകൂൻ. പിന്നെ ഹർസുൻ നസ്ലും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരിക. ഇമാ ബിസഫി ദിമ, രക്തച്ചൊരിച്ചിൽ കൊണ്ട്, മുസാദറാഫിൽ അംബാൽ, സമ്പത്തുകൾ തട്ടിയെടുത്ത് അത് കൊണ്ടുപോകുന്നത് കൊണ്ട്, വൈമാബ് ഖത്തി ആമാലിൽ ആമിലീൻ, പിന്നെ സമറാത്ത് ആമാലീൻ. അതല്ലെങ്കിൽ ജോലി ചെയ്ത കൃഷിയൊക്കെ ചെയ്ത ആൾക്കാർക്ക് അവരുടെ അമലിന്റെ സമറാത്ത് കൊടുക്കാതെ അത് ഖത്ത് ചെയ്യുക, അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ ഫവായിദ് മക്കാസിബീൻ, അവരുടെ അധ്വാനത്തിന്റെ ഫായ്ദ അവർക്ക് കൊടുക്കാതെ തടയിലായിരിക്കാം. ഇതിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇൻഖത്ത അമലുഹു ഇല്ല അള്ളറൂറി. പോലുള്ള അമല് മുറിഞ്ഞു കഴിഞ്ഞാൽ
പ്രതീക്ഷ ഇല്ലാതായി കഴിഞ്ഞാൽ അയാളുടെ അമലും ഇല്ലാതാവും. ലറൂറിയാണ് മാത്രമേ പിന്നാൽ ചെയ്യുള്ളൂ. അല്ലാതെ ബിഹി ഹഫ്ളദിമ, മനുഷ്യന്റെ ദിമ്മത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗം മാത്രം പിന്നെ രക്തചൊരിച്ചിൽ. വല ഹർസ വല നസ്ൽ ഇല്ലാ ബിൽ അമൽ. പിന്നെ ഹർസും നസ്ലൊന്നും ഉണ്ടാവില്ല അമൽ ചെയ്താലല്ലാതെ, പ്രവർത്തിച്ചാലല്ലാതെ ഹർസ് ഉണ്ടാവില്ല, നസ്ൽ ഉണ്ടാവില്ല. ഒക്കെ ഷറഹത്ത് ലന ഹവാദിസു സമാൻ വസീറുൽ ലാലിമീൻ ഹാദിഹിൽ. ലാലിമീങ്ങളുടെ ചര്യകളും ഈ കാലത്ത് നടക്കുന്ന സംഭവങ്ങളും ഈ ആയത്തിന്റെ ഉള്ളടക്കം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫഖറഅന വശാഹദന, നമ്മളൊന്ന് വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അന്നൽ ബിലാദലത്തി യഫ്ശു ബിഹൽ ദുൽമ് വളരെ പരസ്യമായിട്ടുള്ള നാടുകൾ ഏതായാലും തഹ്ലകു സിറാഅത്തുഹ, അവിടുത്തെ കൃഷിയെല്ലാം നശിക്കും. വതത്ബഅഹ മാഷിയത്തുഹ, കൃഷിയുടെ പിന്നാലെ കന്നുകാലികൾ നശിക്കും. വതഖില്ലു ദുരിയത്തുഹ, അവിടുത്തെ സന്താനങ്ങളുടെ എണ്ണം വളരെ കുറയും. വഹദാ ഹുവൽ ഫസാദ് വൽ ഹലാക് സൂരിയ, ഇത് തന്നെയാണ് ഇവിടെ സൂറത്തിൽ രൂപം പറഞ്ഞിട്ടുള്ള ഹലാക്കും ഫസാദും. വയഫ്ശു ഫിഹൽ ജഹൽ, അവിടെ അജ്ഞത വ്യാപകമായിരിക്കും. വതഫ്സുദുൽ അഖ്ലാഖ്, സാംസ്കാരിക രംഗം ആകെ ഫാസിദാവും. വതസൂൽ അമാൽ, അമലുകൾ മറ്റും മോശാവും. ഹത്തല യസിഖൽ അഖു ബി അഖി, ഒരു സഹോദരന് തന്റെ സഹോദരനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അത്ര മോശമായ അവസ്ഥ അവിടെ വരും. വല യസിഖുൽ ഇബ്ൻ ബി അബി, ഒരു വാപ്പാനെ മകനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഫയകുൻ ബഅസുൽ ഉമ്മ ബൈനഹാ ശദീദൻ, ഉമ്മത്തിൽ തമ്മിലുള്ള പിന്നെ അടി ശദീദായിരിക്കും. വലാകിൻഹാ തദുല്ലു തഖനഉൽ മുസ്താബിദിൻ ലഹ, പക്ഷേ ആരാണോ തങ്ങളെ പിടിച്ചടിമയാക്കുന്നത്, മേധാവിത്വം നടന്ന് അവരുടെ കയ്യിലെ കാവ്യായിരിക്കും, അവർക്ക് മുമ്പിൽ കീഴടങ്ങുന്നവരായിരിക്കും ഈ ഉമ്മത്ത്. വഹദാ ഹുവൽ ഫസാദ് വൽ ഹലാക്കുൽ മാനവിയ്യ, മാനയിലുള്ള ഹലാക്കും ഫസാദും ഇതാണ്. സൂറത്തിലുള്ള ഹലാക്കും ഫസാദ് നേരത്തെ പറഞ്ഞു, മാനയിലുള്ള ഫസാദും ഹലാക്കും ഇപ്പറഞ്ഞതാണ്. അഫി താരീഖിൽ ഗാബിർ വൽ ഹാദിർ, കഴിഞ്ഞു പോയ കാലത്തെ ചരിത്രത്തിലും പ്രസന്റ് നിലവിലുള്ള കാലത്തെ ചരിത്രത്തിലും ഉണ്ട്. പിന്നെ ലയാത്തി വൽ ഇബർ, എമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. മാഫി ഹിജിക്ര വ മുസ്ദജർ, എത്രത്തോളം ഗുണപാഠമുണ്ട്. ഒരാൾക്ക് ഓർക്കാൻ മാത്രം ഉള്ളതുണ്ട്, തെറ്റിൽ നിന്ന് അയാൾ അകറ്റാൻ മാത്രം പറ്റിയതും. ഈ മുസ്ദജർ എന്നാൽ തെറ്റിൽ നിന്ന് അകറ്റാൻ പറ്റിയത്, ജിക്ര പറഞ്ഞാൽ ഓർത്ത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ജിക്രക്കും മുസ്ദജറിനുമുള്ള വക കഴിഞ്ഞ കാലത്തും ഇന്നത്തെ കാലത്തുമുള്ള ചരിത്രത്തിലെമ്പാടും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്.